ഹലോ റേഡിയോ ഹലോ സോളാവുന്നൊക്കെ കേൾക്കുന്നത്. നിങ്ങളൊക്കെ എവിടെയാ? ഹലോ സ്റ്റേഷനിൽ അവരെന്തിറക്കിട്ട് ഇപ്പൊ ഒരു 5 മിനിറ്റ്. നീ അങ്ങോട്ട് വരാം അങ്ങോട്ട് വരാം. എടാ വാടാ വണ്ടി എടുത്തടാ. ഇത് മതി ഡ്രസ് ഒന്ന്. കേറ് 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 കേറ്. എന്തൊക്കെയാ നടക്കണേ ഇവിടെ? അണ്ണാ ഡ്രസ് മാറിട്ട് പോണോ? ഇല്ല കുഴപ്പമില്ല, പോട്ടെ പോട്ടെ. ഇങ്ങനെ കണ്ട ജെൻസി പിള്ളേരടക്കം വിളിച്ചു വെക്കണ്ടേടാ. നമുക്ക് മനസ്സുകൊണ്ട് പ്രായമായെന്ന് മാത്രമല്ലോ, നമ്മള് അപ്പിയറൻസ് കൊണ്ട് പ്രായമായെന്ന് അറിയിക്കരുത്. എന്താടാ? അതെ 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 അതെ. ഇതാണോ ഈഗിൾ ഗെയിമിംഗ് എന്നോ? അതെ ഇതാണ് ഈഗിൾ ഗെയിമിംഗ്. ഈ ഫേസ് ക്യാമിൽ ഇരിക്കുന്നത്. പക്ഷെ ഇത് പരിന്തോഷമാണ്. ഇതെന്താ പാട്ട് കേൾക്കണേ? ഹലോ ചില്ലൊക്കെ ചെയ്തു ഞാൻ മലയെ കയറി ഇങ്ങനെ പാട്ടൊക്കെ. അത് പോയത് വഴി പോയി. മറ്റേ പെണ്ണ അയ്യോ ഹലോ സാർ. സാറേ പറഞ്ഞു. സാറേ നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് ആൾക്കാരെ ഇവിടെ ഒരു കേസിന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു. ഞാൻ ആ ഫാമിലിയുടെ ലീഡർ ആയിരുന്നു. അങ്ങോട്ടൊന്ന് വരാൻ പറഞ്ഞായിരുന്നു പീടിയെന്നേ. ഓക്കെ മനസ്സിലായി. നീഗൻ എന്ന് പറഞ്ഞ പുള്ളിയാണോ? അത് തന്നെ ആള് തന്നെ. ഓക്കെ സാർ. സാറേ മറ്റേ TV മറ്റേ ഫാമിലി ഒന്നുണ്ട് സാറേ. ആണോ? അതിന്റെ ലീഡർ വന്നിട്ടുണ്ട്. അവരെന്തി സാറേ മേലോട്ട് പോകട്ടെ. സാറേ കൊണ്ടുവരട്ടെ? ഹലോ അണ്ണാ ഇതെന്താ പൂക്കിയൊക്കെ ആയിട്ട്? ചന്ദ്രൻ എന്തിയെ? അകത്തകത്ത് സാർ എന്റെ എടുക്കുവോ? ഡെബിറ്റ് കാർഡ് ഒന്നും ഇല്ല സാർ. എന്നെ അകത്തോട്ട് കയറ്റി വിടും. ബാക്കിയുള്ളവരെയൊക്കെ അങ്ങ് പുറത്തോട്ടുണ്ട്. ഹലോ ഹലോ അതാണ് പുള്ളിക്കാരനാണ്. പറയടാ. സാറേ എന്തായിരുന്നു പ്രശ്നം? എന്ത് പറ്റി? ഓക്കെ സാറേ ഒന്നുമില്ല സാറേ. നമ്മള് പീഡിത ഫ്രണ്ടിൽ നിൽക്കുമായിരുന്നു. അപ്പൊ ഒരു ഫയറിംഗ് സിറ്റുവേഷൻ കേട്ടു. അപ്പൊ നമ്മളവിടെ ചെന്നപ്പോ നിങ്ങളുടെ കൂട്ടത്തിലുള്ള നീഗൻ എന്ന് പറഞ്ഞ ആള് ഒരാളെ, സാറേ ഒന്ന് സൈലന്റ് ആവുമല്ലോ. നീഗൻ എന്ന് പറഞ്ഞ ആള് ഫയർ ചെയ്യണം നമ്മള് കണ്ടു. ഒരാളെ ഡൗൺ ആക്കി. ഒരു സിറ്റിസണാ. നമ്മളാളെ ടേസ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയപ്പോ ആളെ ഓടി PD വണ്ടി എടുക്കാൻ നോക്കി. PD വണ്ടി ഇതായിരുന്നു, ലോക്കിട്ടായിരുന്നു. PD വണ്ടി എടുക്കാൻ വേണ്ടി നമ്മൾ ഒന്നും കൂടെ ടേസ് ചെയ്തപ്പോ പുള്ളി ഗണ്ണെടുത്തു. ഗണ്ണെടുത്ത് നമ്മൾ ടേസ് ചെയ്ത് പുള്ളിനെ സെല്ലിലോട്ട് കൊണ്ടുവന്നു. പീഡിയുടെ നമ്മുടെ ഇത് പ്രൊസീജിയർ ആയിട്ട് നമ്മൾ സെർച്ച് ചെയ്യും. നമ്മൾ സെർച്ച് ചെയ്തപ്പോ പുള്ളിയുടെ ഇന്ന് ഒരു 7 ഗണ്ണ് കിട്ടി. അണ്ണദർ റേസ്. ഓക്കെ ബാക്കി 7, പിന്നെ 78 പോഷൻ, 68 വേറെന്തോ ബ്ലൂ പോഷൻ, പിന്നെ കുറച്ച് ബുള്ളറ്റ്, പിന്നെ 102 ബ്ലാക്ക് മണി, അത്രയും കിട്ടി. ഈ സിറ്റുവേഷൻ ഒക്കെ നടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു കോള് കിട്ടിയായിരുന്നു നമുക്ക്. ഒരു സിറ്റിസൺ വിളിച്ചതെന്ന് പറഞ്ഞാൽ നീഗൻ സിത്ത് എന്ന് പറഞ്ഞ പുള്ളി ഗൺ ഡീലിംഗ് നടത്തുന്നുണ്ട്, ഫോട്ടോ അയച്ചു തരാന്ന് പറഞ്ഞ പുള്ളി കോള് കട്ട് ചെയ്തു. പിന്നെ പുള്ളിനെ കണ്ടിട്ടില്ല. ഇത് കഴിഞ്ഞിട്ടാണ് ഈ സിറ്റുവേഷൻ നടന്നത്.
സാറേ നമുക്ക് ഇപ്പൊ വെളിയിൽ പറയാൻ പറ്റില്ല ഇപ്പൊ ഇപ്പൊ കൺഫേം ചെയ്യാം. അത് അണ്ണോ ഒറ്റ മിനിറ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞു. പേരങ്ങനെ പറയാൻ പറ്റത്തില്ല സാറേ. പേര് പറയാൻ നമുക്ക് പറ്റില്ല. ആരാ പറയാൻ പറ്റത്തില്ല സാർ. നമുക്ക് ആരെയും ഇത് ഇങ്ങനെ നമ്മളെ പറയുന്നില്ല. സൈഡിൽ നിന്നുള്ള ഒരു കുറച്ച് അല്ല. ടീംസ് നമ്മൾ ഇറക്കിയിട്ടുണ്ട്. അവര് തന്നെ ആണെങ്കിൽ അവരുടെ സാറേ team അല്ലല്ല ഞാൻ പറഞ്ഞു സാറേ ഇത് അൺനോൺ നമ്പറിൽ നിന്നാ വന്നത്. അപ്പൊ നമുക്ക് ഇത് ആരാന്ന് അറിയാൻ പറ്റുള്ളൂ. ഓക്കെ കൊടുക്കാം നമുക്കിപ്പോ ഇത് കൺഫേം ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒരാൾ വിളിച്ചാൽ അല്ല സാറേ നമുക്കിപ്പോ ആര് അൺനോൺ നമ്പർ വിളിച്ചാൽ നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആളുടെ നിന്ന് ഇത്രയും ബൾക്കായിട്ട് ഒരു ഇല്ലീഗൽ ഗൺസ് കിട്ടാൻ നേരത്ത് നമുക്കത് കൺഫേം ചെയ്തല്ലേ പറ്റൂ സാറേ. ഓക്കെ ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ. നിങ്ങൾക്ക് രണ്ട് രീതിയിൽ ചെയ്യാൻ പറ്റും. ലൈക്ക് ഒരു വക്കീലുണ്ടെങ്കിൽ എന്നാ സാറ് ആൾ ജയിലിട്ടോ സാറേ. ജയിലിട്ടിട്ട് എങ്ങനെയാ പ്രൊസീഡ് ചെയ്തോ? കുഴപ്പമില്ല, ഞങ്ങൾ ബാക്കി നോക്കിക്കോളാം. അതിനാണോ നമ്മളിവിടെ വരെ വന്നത് ചന്ദ്ര? Sir, you may please leave, sir. സാറേ അവനെ നമുക്ക് ഇറക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? ഇറക്കാൻ വഴിയുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ അണ്ണന്ന് വരാം. എനിക്കൊരു കാര്യം പറയാനാണ്. അണ്ണന്ന് വരാം. ആൾക്ക് നിങ്ങൾക്ക് സംസാരിക്കണമെങ്കിൽ ആള് സെല്ലിലോട്ട് സംസാരിക്കാൻ പറഞ്ഞു. ഓ സാറേ എനിക്കൊന്ന് സംസാരിക്കണം സാർ. എനിക്കൊന്ന് സംസാരിക്കണം. സാർ എന്നെ മാത്രം വിടോ. വേറെ ആരും വിടല്ല. വേറെ ആരും വിടല്ല. ഓക്കെ സാർ വാ ഒരാളെ മാത്രമേ ഉള്ളൂ. ഓക്കെ ഒരാളെയോ? വാ സാർ വാ. ഇല്ല ഞാൻ മാത്രം പോകാം ചന്ദ്ര. ഞാൻ മാത്രം പോകാം. കേട്ടില്ല പ്രോസസ് ചെയ്ത് വേറെ ആരും നിർത്തിക്ക്. ഓക്കെ അല്ല. കാണുമെന്ന് പറഞ്ഞായിരുന്നോ? ആളെ കാണണം ഒരാളെ മാത്രമേ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ആളെ കയറ്റിയോ? എടാ 7 ഗൺ ഇവന്റെ എങ്ങനെ വന്നടാ? ഒരാൾക്കല്ലേ സാറേ സംസാരിക്കണമെന്ന് കുഴപ്പമില്ലല്ലോ. സംസാരിക്കണം. അത് ആർക്കാ അവിടെ പ്രശ്നം? അവന് പീടിന്ന് മാറ്റണമല്ലോ. ആഹാ ഇതാരാ? സാറിന്റെ പേരെന്തായിരുന്നു? എന്റെ പരന്തുവാസ് സാർ. പരന്തുവാസ്. ഞാനാണ് പിടിക്കാൻ പോയത്. ഇതാരാ? സാറേ നമുക്കിതിപ്പോ ഇത്ര ഇതായ കാരണം പുള്ളി ഇപ്പൊ ഒരു ഗണ്ണും ഇല്ലായിരുന്നു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇത്ര ബൾക്കായിട്ട് വന്ന കാരണമാണ് നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി സാറേ മനസ്സിലായി. എനിക്കൊരു പിടുത്തമില്ല സാർ. ഇത്രയും ഗണ്ണ് ഇവന്റെ കയ്യിൽ എങ്ങനെ വന്നു? എനിക്ക് അവനോടൊന്ന് സംസാരിക്കാം. നമുക്ക് ഇതിനു മുമ്പ് ഒരു കോള് കിട്ടി. ഓക്കെ നമുക്കത് ബേസ് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇത് ഇത്രയും ഗണ്ണ് കിട്ടിയപ്പോഴാണ് നമ്മൾ കൺഫേം ചെയ്തത്. ബൾക്കായിട്ടൊരു ഗണ്ണ് കിട്ടിയ കാരണമാണ് നമ്മൾ ഇത്ര ഇതായത്. ഹലോ സാർ. അകത്ത് കയറത്തില്ല. ഇവിടെ നിന്ന് സംസാരിച്ചു. സാറേ നമ്മളൊക്കെ ലീവ് സാർ ഒന്നും സംസാരിച്ചോട്ടെ. സംസാരിച്ചു. നീക അടുത്തോട്ട് എനിക്ക് കേൾക്കുന്നില്ല. ഒരു അബദ്ധം പറ്റിയെണ്ണ. എന്താ അബദ്ധം? ഇവര് പിടിച്ച് നിന്റെ 7 ഗണ്ണ് എവിടുന്നാ വന്നേ? അമ്മ മറ്റേ ഇത് പോയ ചീത്തയ തോക്സില്ലേ? അതാ ചീത്തയാ തോക്കല്ലല്ലോ അത്. ചീത്തയ തോക്കണ്ണ. ചീത്തയ തോക്ക. ഒരു സെക്കൻഡ് അണ്ണ. സാറേ ഇവന്റെ പിടിച്ച തോക്ക് ഡ്യൂറബിലിറ്റി ഇല്ലാത്ത ചീത്തയാ തോക്ക്. ഞാൻ പറയാം സാറേ 7 ഗണ്ണുണ്ടായിരുന്നു ടോട്ടലി. പിന്നെ കുറച്ച് പോർഷൻസ് ഉണ്ടായിരുന്നു. 6 ഗണ്ണ് ഫുൾ ഡ്യൂറബിലിറ്റിയും 1 ഗണ്ണ് ആള് യൂസ് ചെയ്ത ഗണ്ണുമാണ്. എന്ന് വെച്ചാൽ എത്ര പകുതിയോ മുക്കാലോ എന്തോ യൂസ് ചെയ്ത ഗണ്ണുമാണ്. ഓക്കെ സാർ. ഓക്കെ ഒരു സെക്കൻഡ്. അണ്ണ എടാ ഞാൻ നിന്നെ രക്ഷിക്കാനാ നോക്കുന്നത്. നീ എന്നോട് കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നീ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. നിനക്ക് അതിന്റെ പണിഷ്മെന്റ് TV-ന്നും കിട്ടും. ഇവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 ഗണ്ണ് ഫുൾ ഡ്യൂറബിലിറ്റി. 1 ഗണ്ണ് നീ യൂസ് ചെയ്ത ഗണ്ണ്. ഇല്ലണ്ണ. ശരിയണ്ണ. എടുത്തണ്ണ. സത്യം പറയാം. എവിടെ നിന്ന് എടുത്താ? അണ്ണ അത് വണ്ടി വന്നപ്പോ. ഏത് വണ്ടി വന്നപ്പോ? കൺസൈൻമെന്റ് വണ്ടി വന്നപ്പോ. ഇത് നിനക്കല്ലാതെ വേറെ ആർക്കൊക്കെ അറിയാം? അണ്ണ എനിക്ക് മാത്രം അറിയില്ല അണ്ണ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നീ ആരോടും പറഞ്ഞിട്ടില്ല? കുറച്ച് പൈസ ഒക്കെ അത്യാവശ്യം വന്നപ്പോ അണ്ണ മരിച്ചടിക്കാൻ ആർക്കും അറിയില്ല അണ്ണ. നീ ടിവിയുടെ മെയിൻ സ്ലോട്ടിങ് സസ്പെൻഡ് ആണേ നീക. അല്ല പറഞ്ഞോ സാറേ. വേറൊന്നും ചോദിക്കല്ല. ഓക്കെ അപ്പൊ സാർ എന്ത് നമ്മള് നിങ്ങൾ പ്രൊസീഡ് ചെയ്തോ. ഓക്കെ നമ്മളെന്താ ഇപ്പൊ നിങ്ങളെ വിളിക്കായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് മോശമല്ലേ? അതാണ് നിങ്ങളെ വിളിപ്പിച്ച്. അതും ഇത്ര 7 ബൾക്കായിട്ട് കിട്ടിയ മാത്രമാണ് ഞങ്ങൾ നിങ്ങളെ വിളിച്ചത്. മനസ്സിലായി സാർ. മനസ്സിലായി. നിങ്ങൾക്കും ഇവിടെ കുറെ ഡെക്കോറംസ് ഒക്കെ കീപ്പ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. പ്രൊസീജിയർ ഒക്കെ ഉണ്ടല്ലോ. അത് വീടിന്റെ ഫ്രണ്ട് വെച്ച് അടിച്ചിട്ട് ഞങ്ങള് കൺമുമ്പി വെച്ചാണ് അടിച്ചിട്ട്. അത് കാരണമാണ്. മനസ്സിലായി സാർ. കറണ്ട് പോയി കേട്ടാ. സാറിനെ വെളി ഇറക്കി തരാം. സാർ നേരെ വന്നോളൂ. എങ്ങോട്ടാ സാറേ? എങ്ങോട്ടാണ്? ഇത് വഴിയോ? നേരെ വന്നോളൂ സാറേ. നേരെ വന്നോളൂ.
നേരെ വെക്കൂ സാറേ നേരെ വെക്കൂ. കറണ്ട് ബില്ല് അടച്ചില്ലായിരുന്നോ സാറേ? അല്ല സാർ ഇത് എല്ലാ- സിറ്റിയിൽ പവർ സിറ്റി കട്ടാ സാർ. പവർ പോയതാണ്. സിറ്റിയിൽ പവർ മൊത്തത്തിൽ പോയതാണോ? ആ പവർ ഫുള്ള് മൊത്തം പോയത്. പോയത്. സാർ ഇത്രയും കള്ളന്മാരൊക്കെ കിടക്കുന്നതല്ലേ, ഒരു ഇൻവെർട്ടർ മേടിച്ച് വെച്ചൂടെ? സത്യം സാറേ ഈ ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം ഇല്ല സാർ, എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെർട്ടർ ഇവിടെ അർജന്റാ സാർ, ഇവിടെ ഇടയ്ക്കൊക്കെ പവർ കട്ട് ഉണ്ട്. ഉണ്ട്, ഉണ്ട്, ഉണ്ട്. LDF ആയിരുന്നെങ്കിൽ 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ലായിരുന്നു. നമ്മുടെയൊക്കെ പഴയ നാട് ഇപ്പൊ LDF ആയിരിക്കണം, അവിടെ 10 വർഷമായിട്ട് പവർ കട്ട് ഇല്ല. സത്യം സാറേ. സാറേ കണ്ടല്ലെന്നാലും സന്തോഷം. ഓ സന്തോഷം സാറേ, സന്തോഷം. താങ്ക് യു സാറേ. എന്നാ പോയിട്ട് സാറേ വരാം. ഓക്കെ പോട്ടെ സാർ, പോട്ടെ. പോയിട്ടോ. ആ കേസ് ആരാ നോക്കുന്നത്? ബാക്ക് ടു മെയിൻ റോഡ്. ഇപ്പൊ അത് സത്യമല്ലേ പറഞ്ഞേ, 10 വർഷമായി പവർ കട്ട് വന്നിട്ട്, മനസ്സിലായോ? നല്ലത് പിന്നെ പറയണ്ടേ? എടാ ബാക്കിയുള്ളവരെല്ലാം എന്തിയടാ? ടിവിയിൽ എല്ലാരും എന്തിയടാ? എല്ലാരും വെളിയിലോട്ട് വന്നേ. ചന്ദ്രൻ എവിടെ? ചന്ദ്രൻ ഇറങ്ങിയോ? എന്ത് ഷോക്കായിട്ട് ഇറങ്ങി? ഹലോ റേഡിയോ കേൾക്കാണ്ടോ? ആദ്യം പറഞ്ഞിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നീകനെ കാണാൻ പോകാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ആർക്കും അങ്ങോട്ട് ഇത് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞിരുന്ന ഒരു ഇതായിരുന്നു ചന്ദ്രമൻ ചോദിച്ചപ്പോ. അതിനിപ്പോ എന്താ? എനിക്ക് എന്റെ അടുത്ത് സംസാരിക്കാന്ന് പറഞ്ഞ അതിനിപ്പോ എന്താ? അല്ല എന്താന്ന് അറിയത്തില്ല എന്താണെങ്കിലും ഗ്യാങ് എസ്പെക്ട് മോടിച്ചോൻ ഇനി ഗ്യാങ് കളിക്കത്തില്ല, അത് ഉറപ്പാണ്. വണ്ടി അൺലോക്ക്. സാറേ ഒന്ന് വരാം സാറേ. സാർക്ക് സാർ ഒന്ന് വരാം സാറേ. സാറേ അറിയാതെ സാറിന് എടാ വേറെ വണ്ടി എടുത്തിട്ട് വാടാ, വേറെ വണ്ടി എടുത്തിട്ട് വാടാ. ആവശ്യമുണ്ട്. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? ഒരു മിനിറ്റ്, സാറെന്താ പറഞ്ഞത്? സാറേ ഞങ്ങളാണോ വിളിച്ചേ? നിങ്ങളുടെ നീകൻ ഇറങ്ങി ഓടിയിട്ടുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട്. അയ്യോ കറണ്ട് പോയപ്പോഴാ? നോക്കട്ടെ സാറിന് നോക്ക്, ഞങ്ങളെ വണ്ടിക്കത്തില്ല എന്തായാലും. ഇതാ നോക്കാം, സാറിന് വേണേ ചെക്ക് ചെയ്യാട്ടോ. ഇതിനകത്തൊന്നും കയറി ഇരിപ്പുണ്ടോ? നമ്മൾ ആരൊക്കെയാണ് ഇപ്പൊ ഇരിക്കുന്നേ? ആ ഞാനൊരു കാര്യം പറയട്ടെ കോച്ച്, 7 ഗണ്ണ് എവിടുന്ന് എടുത്തെന്ന് ചോദിച്ചപ്പോ കൺസൈൻമെന്റ് വണ്ടിക്കകത്തു നിന്നാണ് എടുത്തതെന്ന് പറഞ്ഞേ. ഇനി ഒരു കാര്യമുണ്ട് കോച്ച്, ഞാൻ ഇനി ബോസ് ലോക്കറിൽ പോലും ഞാൻ ഇനി ഗണ്ണ് വെക്കത്തില്ല. ഞാൻ ഇത് എന്തെങ്കിലും ഇതിനൊരു സൊല്യൂഷൻ ഞാൻ കണ്ടുപിടിച്ചോളാം. ഇനി എനിക്ക് മാത്രം മതി ആക്സസ് ഗണ്ണിന്റെ. നമ്മുടെ ഈ മിസ്റ്റർ എക്സും ആയിട്ടുള്ള കേസ് തെളിയുന്നത് വരെ ഇനി തോക്കിന്റെ ആക്സസ് എന്തായാലും ഇവിടെ ഗ്യാങ്ങിൽ ഒരാൾക്ക് പോലും ഉണ്ടാവില്ല. ഗണ്ണില്ലെങ്കിൽ ഗണ്ണില്ലാതെ നടന്നാൽ മതി ഇവനൊക്കെ. 7 ഗണ്ണ് വിത്ത് ഫുൾ ഇതും ഒരെണ്ണം അവൻ യൂസ് ചെയ്തതും എന്നോട് സമ്മതിച്ച് അവനാണ് എടുത്തതെന്ന്. അവനോട് ഞാൻ ചോദിച്ചു വേറെ ആർക്കെങ്കിലും ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോ അവൻ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ ഏതൊക്കെ എടുത്താണ് എനിക്കറിഞ്ഞൂടാ. കോച്ച് എന്നെ മിസ്റ്റർ എക്സിന്ന് വിളിച്ചായിരുന്നു. എന്നെ മിസ്റ്റർ എക്സിന്ന് വിളിച്ചിട്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയോന്ന് ചോദിച്ചു. കോച്ചിന്റെ എന്തെങ്കിലും ഉണ്ടോ, നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു അപ്ഡേറ്റ് കൊടുക്കാന്ന് അവരോട് പറഞ്ഞു. നമ്മളൊന്നും പറഞ്ഞില്ല ഇതുവരെ അവരോട്. എനിക്ക് കുറച്ച് വന്നിട്ടില്ലല്ലോ. ഒന്നുമില്ല വെറുതെ അവിടെ വെറുതെ ബ്രോ അറിയാ തട്ടിയതാണ് കേട്ടോ. ഞങ്ങൾ കണ്ടില്ല പെട്ടെന്ന് വന്നത്. നോക്കല്ലോ, എനിക്ക് അറിഞ്ഞൂടാ എന്താണെന്ന്. എല്ലാരും ഒന്ന് ഉള്ള പോകാതെ നമ്മൾ സംസാരിച്ചിട്ട് പോവാം. അല്ല ടിവിക്കകത്ത് 6 പേരേ ഉള്ളൂ. ഇവിടെ മീറ്റിംഗ് പറഞ്ഞിട്ട് ഒരുത്തനും ഇല്ല ഇന്ന്. ഞാൻ ഇത് നേരത്തെ പറയണല്ലടാ, നമ്മള് ഈ സമയം ആകുമ്പോഴത്തേനും ഒന്ന് കേറിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് എത്ര നേരത്തെ പറഞ്ഞതാണ്. ഹലോ ചന്ദ്ര, ഇനി ഇവൻ നീഗൻ ഗാങ്ങിൽ കളിക്കത്തില്ല. ഓക്കെ, വേറെ അതിനപ്പുറത്ത് തീരുമാനമൊന്നുമില്ല. എത്ര
അവൻ ഇതിനകത്തുനിന്ന് 7 ഗണ്ണാണ് എടുത്തുകൊണ്ട് പോയത്. വേറെ ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് ഞാൻ വഴിയെ നോക്കിക്കോളാം. ഇൻവോൾവ്മെന്റ് ഉള്ള ആൾക്കാരൊന്നും ഇതിനകത്ത് കളിക്കത്തില്ല. ഇത് എവിടെയാണ് അപ്ഡേറ്റ് ചെയ്യണത്? ഏത് ദിവസം? ഇന്ന് എന്ത് ദിവസമാടാ അത്? സാറ്റർഡേ ഇന്ന് നമുക്ക് റിമൂവ് ഇടാൻ പറ്റുമോ? അല്ല ഇന്ന് റിമൂവ് ഇടാൻ പറ്റുമോ? സാറ്റർഡേ അല്ല അപ്രൂവ് ആക്കത്തുള്ളൂ. ഫ്രൈഡേ ഇടാൻ പറ്റുമോ? ടൈപ്പ് ചെയ്തിടാൻ പറ്റത്തില്ല. ഇല്ല പറ്റില്ല പെർമിഷൻ ഉണ്ടാവില്ല. ഞാൻ ഇട്ടോളാവേ. നീഗനെ എടുത്ത് അതിനകത്ത് ഇട്ടിട്ട് ഞാൻ മാമന്റെ തിരിച്ചിടുക ലൈനപ്പിനകത്ത്. അങ്ങനെ ഒരു സ്ലോട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അതിനകത്ത് ആരെങ്കിലും റിക്രൂട്ടും ചെയ്യും. ഈ കറണ്ട് വരൂലേ നാശം പിടിക്കാൻ? ഇവിടെ ഇൻവേർട്ടർ ഒന്നുമില്ലേ? നീഗനൊപ്പം നീ ആർക്കൊപ്പം നിന്നാലും എനിക്കൊരു പറയില്ല. ഇവിടുത്തെ കാര്യം ഞാൻ തീരുമാനിച്ചോളാം. നീ ഒന്നും തീരുമാനിക്കണ്ട. നീ ആർക്കൊപ്പം വേണമെങ്കിലും നിൽക്ക്. നീ നീഗിന്റെ ഒപ്പം പോയി കെട്ടിപ്പിടിച്ച് അവിടെ നിൽക്ക്. കളിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കളിക്കത്തില്ല. നീ എനിക്ക് ഇതിന്റെ മുകളിൽ കളിപ്പിക്കാൻ നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ നീ ഒന്ന് കളിപ്പിച്ച് കാണിച്ചാ. ഹലോ ആ കൊച്ചൊന്ന് വന്നേ. டாப் குரூப் கிட்ட கன் டீல் பண்ணிருக்காங்க. അതും ലൈക്ക് 40 ഗൺസോ 35 ഗൺസോ. കോച്ച് വെളിയിൽ നിന്ന് എടുത്ത് വെച്ച് ഇത് ചെയ്യുന്നതിൽ എനിക്കൊരു പ്രശ്നമില്ല. ഗ്യാങ് അസറ്റിൽ നിന്ന് ഇത് ചെയ്യാൻ പാടില്ല കോച്ച്. ഈ ഗ്യാങ് അസറ്റ് ആരുടെയും അതൊന്നുമല്ല. ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന്റെ ഹാർഡ് വർക്ക് ആണത്. ഈ ഗ്യാങ് അസറ്റ് എടുത്ത് വെച്ചിട്ട് ഇത് പൈസ ആക്കുന്ന ഏതവനാണേലും അത് ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് എൻ്റെ കണ്ണിൽ കൂടെ ഇപ്പം ഞാനിത് ഡയറക്റ്റ് അറിഞ്ഞ കാര്യമാണ്. നീഗൻ കണ്ണ് വിറ്റു. അത് വിത്ത് പ്രൂഫ് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യമാണ്. ഇതുപോലെ ആരെ കാണുന്നു അവരെല്ലാവരും ഞാൻ ഇതിനകത്ത് എടുത്ത് മാറ്റും. இதேதான் நான் அன்னைக்கு சந்திரா போய் டீலிங் முடிச்சும் போது நான் அவட மேல இருந்து ஒட்டு கேட்டு. பட் ஆனா அது பறையும் போது சந்திரா எல்லாத்தையும் மாத்திக்கிட்டு இருக்கான் அல்ல. சோ அதை நான் என்ன பண்ண முடியும் പറ? എടാ ഇതിനകത്ത് ഞാൻ എല്ലായിടത്തും ചോദിക്കുക, റേഡിയോ ഉള്ളവരടുത്ത് ചോദിക്കുക. ഇതിനകത്ത് ആർക്കെങ്കിലും വേറെ ആർക്കെങ്കിലും ടി വിയിലെ ഗ്യാങ് അസറ്റ് എടുത്ത് വെച്ച് മറിച്ച് വിറ്റിനകത്ത് വേറെ ഏതെങ്കിലും ഒരുത്തിന് ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ ഇപ്പൊ തുറന്നു പറഞ്ഞോണം. ഇത് ഞാനായിട്ട് കണ്ടുപിടിച്ചാൽ ഞാൻ ഇതിനകത്തുനിന്ന് എടുത്ത് കളയും. ഒരു സംശയമില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. ഗ്യാങ് അസറ്റ് കൺസൈൻമെന്റ് വണ്ടിക്കകത്തുനിന്ന് ഗണ്ണെടുത്ത് ഏതെങ്കിലും ഒരുത്തുണ്ടെങ്കിൽ ഇവിടെ പറയണം. കാര്യം പറഞ്ഞു. അതായത് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ തവണ കൺസൈൻമെന്റിന് ഗണ്ണ് കൊണ്ടുവച്ച സമയത്ത് ഞാനാണ് ഗാഡി ഇത് കൊണ്ടുവന്നത്. വണ്ടി എല്ലാം ഇവിടെ കൊണ്ട് ഗ്യാങ് ഹൗസിൽ ഏൽപ്പിച്ചത്. അന്നേരം ഗണ്ണ് ഇവരെ അടുത്ത് വെക്കേണ്ട. അന്നേരം അതിൽ നിന്ന് കുറച്ച് ഗണ്ണ് മിസ്സിംഗ് ആയിരുന്നു. അല്ല മിസ്സിംഗ് മിസ്സിംഗ് ആയതല്ല, ഗണ്ണ് ആര് വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ ലൈക്ക് ഇതാ നീകം പറഞ്ഞ് വണ്ടിക്കകത്തിരുന്നിട്ട് 25 ഗണ്ണ് കിട്ടിയിട്ട് അതില് 17 ഗണ്ണ് എന്റെ ഇരിക്കുന്നേ. അതിൽ 7 ഗണ്ണ് അവനില ഇരുന്നേ. അന്നേരം ഞാൻ പറഞ്ഞ് ഇത് നമുക്ക് മീറ്റിംഗിൽ വാസുവിന്റെ അടുത്ത് പറഞ്ഞതിന് ശേഷം വാസുവിന്റെ തന്നെ കൊടുക്കാന്നുള്ള രീതി പറഞ്ഞിട്ട് ഞാൻ ഇന്നലെ അവന്റെ അടുത്ത് പറഞ്ഞു വെക്കുമായിരുന്നു. ഇന്നലെ ഇത് ഓൾറെഡി ഓക്കെ. പക്ഷെ ഞാൻ അകത്ത് കയറി നീഗനോട് സംസാരിച്ചപ്പോ നീഗൻ പറഞ്ഞ ഇതല്ലല്ലോ, ഈ കഥയല്ലല്ലോ. നീഗൻ എന്താ പറഞ്ഞ? നീഗൻ എന്നോട് പറഞ്ഞു പൈസക്ക് ആവശ്യം വന്നോണ്ട് ഗ്യാങ് അസറ്റ് എടുത്തു. അവൻ അങ്ങനെ പറഞ്ഞത് എനിക്കറിയാം. പക്ഷെ അവൻ അങ്ങനെ പറഞ്ഞത് പിന്നെ ഞാൻ ആരുടെ വിശ്വസിക്കണം? അവൻ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അവൻ എന്നോട് അങ്ങനെയാ പറഞ്ഞത്. അവൻ എന്നോട് അങ്ങനെ തന്നെ പറഞ്ഞ് എന്റെ അടുത്ത് സമ്മതിക്കുകയും ചെയ്തു. ഞാൻ അവനോട് പറഞ്ഞു നീ ഇനി ഗ്യാങ് സ്ലോട്ടിൽ ഇല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഓക്കെ എന്നും പറഞ്ഞു. വേറെന്താ ഇതില്? ഞാനാണെങ്കിൽ ഇതേ ചെയ്യത്തുള്ളൂ. ഞാനാണെങ്കിൽ ഇതേ ചെയ്യത്തുള്ളൂ. ഞാനാണെങ്കിൽ സസ്പെൻഷനും കൊടുത്ത് ആ ഗണ്ണിന്റെ കാശ് കൊണ്ടുവരാണ് ഞാനും പറയത്തുള്ളൂ അവന്റെ അടുത്ത്. അതെ. അല്ല ഒന്നെന്തായാലും തൽക്കാലം പുറത്തിരിക്കട്ടെ. ഇവിടുത്തെ ഗ്യാങ്ങിലുള്ളവന്മാരുടെ കൊട്ട് മേടിക്കുമ്പോൾ ചോദിക്കാൻ വരെ ആരും ഇല്ലാതെ ഇരിക്കുമ്പോൾ മനസ്സിലാവും. കഴിഞ്ഞ ദിവസം മാമന്റെ അടുത്ത് ഒരുത്തം വന്ന് ഗ്യാങ്ങിലുണ്ടോന്ന് ചോദിച്ചിട്ട് പോയി. ഇനി ഏതവൻ ഗ്യാങ്ങിലുണ്ടെന്ന് ചോദിച്ചിട്ട് പോയാലും ഇനി എന്തായാലും അതൊന്നും ഇനി സോൾവ് ചെയ്യാൻ ഞാൻ എന്തായാലും നിൽക്കത്തില്ല. ഞാൻ പോയി സിറ്റുവേഷൻ എടുക്കും. ഇനി എന്തായാലും ഇനി സിറ്റുവേഷനിലേ നിർത്തുന്നുള്ളൂ. ഇനി സോൾവ് ചെയ്യുന്ന പരിപാടി ഇല്ല. അവനൊന്നും പറഞ്ഞില്ല. അവൻ തിരിച്ചൊന്നും പറഞ്ഞില്ല. അവൻ തിരിച്ചൊന്നും പറയാതെ അവൻ നടന്നു പോയിരുന്നു തലയും കുനിച്ച്. ഇനി അങ്ങനെ ഒരു ടിവിയുടെ ഒരു മെമ്പറിന് അങ്ങനെ വരേണ്ട അവസ്ഥ ഞാൻ പറഞ്ഞതല്ല. ഗ്യാങ്ങിൽ ഇവിടെ ഞാൻ ഗണ്ണിവിടെ കൗണ്ട് ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ഒരിടയ്ക്ക് വരെ. അങ്ങനെ എല്ലാരും മെമ്പറായാലും ആരാണെങ്കിലും ഗ്യാങ് ലോക്കറിന്റെ അകത്ത് വെക്കുന്ന സാധനം കൗണ്ട് ചെയ്ത് വെക്കണം എന്നുള്ള രീതിയിൽ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇന്ന് ഗണ്ണ് തരാൻ വേണ്ടി ഇന്നത്തെ മീറ്റിംഗില്. അപ്പൊ ഗണ്ണ് നമ്മളിപ്പോ കൺസൈൻമെന്റ് വണ്ടിക്കകത്ത് നിന്ന് 25 ഗണ്ണ് പോയിട്ട് ഗ്യാങ്ങിലുള്ള ആരും അറിഞ്ഞില്ല എന്ന് പറയുമ്പോ എങ്ങനെയാണ്? ഇപ്പൊ 7 ഗണ്ണ് പോയ കാര്യം നമ്മൾ അവനെ പിടിച്ചോണ്ടല്ലേ അറിഞ്ഞേ. അപ്പൊ ഇവിടെ ഉള്ള ആരും ഇത് എണ്ണില്ലേ? എനിക്ക് എല്ലാരെയും കൊണ്ട് നടന്ന് മറ്റേ ഗണ്ണ് എടുത്ത് കൊടുത്ത് വെച്ച് എല്ലാവരും ചെയ്യാൻ പറ്റൂല. ഇവിടെ കൊണ്ട് ഏൽപ്പിക്കുന്നവരെ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഗണ്ണെടുത്ത് വെക്കേണ്ട ഇതിലുള്ള എല്ലാരെയും കടമയാണ്. അപ്പൊ ഗണ്ണന്മാര് എണ്ണി വെക്കണം അതിന്റെ അകത്ത്. അതിന്റെ അടുത്ത് പറയണം എന്നിട്ട് എത്ര ഗണ്ണ് ഇത്ര 25 ഗണ്ണ് പോയിട്ട് അറിഞ്ഞില്ലെന്ന് പറയണ എന്താ? ആരും ഇപ്പോഴല്ലേ അറിയണ?
ചന്ദ്ര 25 ഗണ്ണ് പോയിട്ടെന്നല്ല, ഇവിടുന്ന് ഗണ്ണും കാര്യങ്ങളും പുറത്തു പോകുന്നുണ്ടെന്ന് കുറച്ച് ദിവസമായിട്ട് നമ്മൾ ഇതിനു മുമ്പേ അറിഞ്ഞു. ഇതിനകത്ത് പല ആൾക്കാരും ഈ പറയണത് പോലെ ഇതാക്കി. അവൻ്റെ എങ്ങനെയാണ് ഒരു സിറ്റുവേഷന് നീയൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് 60-70 പോർഷൻസ് ഒക്കെ എടുത്താണ് വെച്ചോണ്ട് പോകണം നിങ്ങളൊക്കെ? 60 എൻ്റെ ഇൻവെന്ററിയിൽ നോക്കിയാൽ തന്നെ ഇപ്പൊ എത്ര എണ്ണം ഉണ്ടാവും? എൻ്റെ 7:34, മറ്റേത് 7:34. അത് കഴിഞ്ഞ വാറിന് പോയപ്പം ആരാണ്ട് എൻ്റെ അധികം എന്ന് പറഞ്ഞ് തന്നിട്ട് പോയതാ. അതുകൊണ്ടായിരിക്കും എൻ്റെ 34 ഇരിക്കുന്നത്. ഒരു വാറിന് പോണ സമയത്ത് 60-70 ഹീലബിൾസ് എടുത്ത് കയ്യിൽ വെക്കേണ്ട ആവശ്യം എന്തിന്? ഇതെല്ലാം ഗ്യാങ് അസറ്റ്സാ. ഇവിടെ ഈച്ച് ആൻഡ് എവരി വൺ കഷ്ടപ്പെട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് ഉണ്ടാക്കുന്ന ഗ്യാങ് അസറ്റ്സാ. ഇത് കണ്ടവർക്ക് കൊണ്ടതും വെളിയിൽ കൊണ്ടൊന്നും മറച്ചു വെക്കാനുള്ളതല്ല ഇത്. ഇതെനിക്ക് എന്തായാലും ഇതാക്കാൻ വരത്തില്ല. ഞാൻ എന്തായാലും വെറുതെ വിടാൻ വരത്തില്ല എനിക്ക്. സോ ഞാൻ ഈഗിനെ എന്തായാലും TV കറണ്ട്ലി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. കാരണം എൻ്റെ അടുത്ത് ഡയറക്റ്റ് സമ്മതിച്ചു. ആൻഡ് പോലീസുകാർ എൻ്റെ അടുത്ത് വിത്ത് അവരുടെ കാര്യങ്ങളെല്ലാം പറയുകയും ചെയ്തു. ചാറ്റിൽ കിടന്ന് നീയൊക്കെ ഇനി എന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവും ഇല്ല, മനസ്സിലായ? ഇതൊരു RP ആയിട്ട് കാണണം. ഞാൻ ഈ ഗ്യാങ്ങിൻ്റെ ലീഡറാ. ഞാൻ ഒരു ലീഡർ എന്നുള്ള രീതിയിൽ ഗ്യാങ് അസറ്റ്സ് വെളിയിൽ കൊണ്ടുപോയി വിൽക്കുന്നു എന്ന് സ്വന്തമായിട്ട് സമ്മതിച്ച ഒരാളെ എനിക്ക് അങ്ങനെ തന്നെ കാണാൻ പറ്റത്തുള്ളൂ. നീയൊക്കെയാണ് RP ആയിട്ട് കാണണ്ട, ഞാനല്ല RP ആയിട്ട് കാണാത്തത്, മനസ്സിലായ? പോലീസുകാരൻ ഡയറക്റ്റ് എൻ്റെ ക്യാരക്ടറിനോട് സംസാരിച്ചതിന്റെ അടിസ്ഥാനത്തിലുള്ള ഡിസിഷനായി ഇപ്പൊ പറഞ്ഞു. ഒരുപാട് കഷ്ടപ്പെട്ട് ഉരുവാക്കുறாங்க ഹീലിംഗ്സ് പോർഷൻலாம். அதெல்லாம் கூட வித்தா இட்ஸ் வெரி பேட். അത് നീ സ്ട്രിക്റ്റാവേ ഫോളോ ചെയ്യും. ഇതില്ല, ഇത് സ്ട്രിക്റ്റ് ആണ് കോച്ച്, ഇത് സ്ട്രിക്റ്റ് ആണ്. ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും ഇല്ല. ഇതിനകത്ത് സസ്പെൻഷൻ ആണ്. ഇതിനൊരു സോൾവിങ് സൊല്യൂഷൻ എന്ന് പറയുന്ന സാധനം ഇല്ല. ഗ്യാങ് അസറ്റ്സ് എടുത്ത് വെക്കേണ്ട. വേറെ എന്ത് വെച്ച് വേണമെങ്കിലും തമാശ കളിച്ചോ, ഗ്യാങ് അസറ്റ്സ് എടുത്ത് വെക്കേണ്ട. പിന്നെ എനിക്ക് നിന്നോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. വേണമെങ്കിൽ ഇതാക്കിയാൽ മതിയേ. ഞാൻ ഉള്ള കാര്യം പറയാം. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇത് സജഷൻ അല്ല. ഇത് നിങ്ങൾ ടേക്ക് ഓവർ ചെയ്യുക ഡിസിഷൻസിനെ. ഇത് സജഷൻ അല്ല. ബാബു വർമ്മ എനിക്ക് അറിഞ്ഞൂടാ കോച്ച്, എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞൂടാ. പിന്നെ കുറെ പേര് യാർ വിക്രാങ്ങന്നിട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. 1 സെക്കൻഡ്. 1 2 3 4 5 6 7 സാജിദാസ് ஒரு புள்ளி வந்து പറഞ്ഞു கர்த்தான்னு ஒரு சிட்டிசன் வந்து கன் விக்ரான்னு சொல்லி പറഞ്ഞു. ஓகே, அடுத்தது ஒரு செகண்ட். அடுத்தது சாப்குரு வந்துட்டு நிறைய கன்னு வந்துட்டு இவன் கிட்ட இருந்து மேடிச்சுட்டு லைக் பாஸ்ட் 1 to 10 daysல ஒரு 40 guns 35 to 40 guns மேடிச்சு அவன் கிட்ட இருந்து, அவன் ஒசாமா கிட்ட இருந்து. அண்ட் இன்னொரு மெசேஜ் எவரன்னு தெரியல. ബാബാ കല്യാണി അവനെ വിളിക്കുക. ഇമോട്ടലി എന്തിനാ കേസാക്കുന്നേ? ഞാനിത് വായിച്ചതാവത്തില്ല. ചില്ല നിങ്ങള് ഇമോട്ടലി ഒന്നും ആക്കണ്ട. അവൻ வந்து ഉണ്ട എല്ലാ ഉണ്മയും ഒപ്പിച്ചിരും കൺഫേം ആയിട്ട്. ആരാ കോച്ച്? ആരാ? ബാബാ കല്യാണി. ഇവിടെ ഉണ്ടോ? സിറ്റിയിലുണ്ടോ? നോക്കാം ഒരു സെക്കൻഡ്. ഇല്ല, cannot be reached. അയ്യോ ആർപ്പി പോലെ ഫുഡ് ഇത് എനിക്ക് ഞാനിവിടെ ഫോൺ വെച്ചേക്കുന്നോണ്ട് കണ്ടില്ല. കോച്ച് വെള്ളം വല്ലതും ഉണ്ടോ? വെള്ളം വല്ലതും ഉണ്ടോ? എന്താ കോച്ച് കിട്ടിയോ? വെള്ളം നോക്കട്ടെ. ലെമൺ ബർഗർ. ഓൾറെഡി സ്പേസ് ഉണ്ടോ അതിന്? ഇല്ലല്ലോ. 46. எனக்கு தெரிஞ்சு எல்லா கன்னையும் எடுத்து நீ கவுண்ட் எடு, அதானே பெட்டர். எல்லா கன்னையும் எடுத்து கவுண்ட் எடுத்துட்டு ലോക്കറിന്ന് മാറിയടാ. ആണോ? ഞാൻ 153 ഫുൾ ആർമഡ് കണ്ണ്. 153? ആ, ഫുൾ ആർമഡ്. കഴിഞ്ഞ വട്ടം ലാസ്റ്റ് ഞാനാണ് എണ്ണി വെച്ചത്. കഴിഞ്ഞ വട്ടം ലാസ്റ്റ് ഇതിനകത്ത് എണ്ണി വെച്ചതെന്ന് വെച്ചാൽ 137 ആർമഡ് ഫുൾ ആർമഡ് ഗണ്ണും പിന്നെ 15 ഇത് ഡാമേജ് ഉള്ള ഗണ്ണും ഉണ്ടായിരുന്നു ഇതിനകത്ത് ടോട്ടൽ.
ഇപ്പം അല്ലാതെ 18 അഡീഷണൽ ചന്ദ്ര വന്നത് വെച്ചാൽ ബോസ് ലോക്കർ മേളിലില്ലേ? വാസു ഇറ്റ്സ് ബെറ്റർ യു കീപ് എല്ലാ ഗണ്ണിയും മേലെ. ഇനി ബോസ് ലോക്കറിൽ മാത്രമേ ഇവിടെ കണ്ണുണ്ടാവുള്ളൂ. ഇനി ഇവിടെ ഇല്ലാത്തപ്പോ എന്റെ അടുത്ത് ബെറ്റർ. ഇല്ല നിങ്ങൾക്ക് വെക്കാൻ പറ്റത്തില്ല. ഞാൻ വെച്ചോളാം. ഞാൻ എത്ര സമയമാണെങ്കിലും ഞാൻ വെച്ചോളാം. അപ്പാ ഇതിനകത്തൊന്ന് കണ്ണെടുത്തേ. അപ്പാ ഇതിനകത്ത് കണ്ണെടുത്തേ. ഗണ്ണ് ഫുൾ എടുത്തേ. അപ്പാ എടുത്തോ. കൈ പറ്റുന്നതിന്റെ എത്രയും കണ്ണെടുത്തു. എന്നിട്ട് മേളിലോട്ട് വന്നേ. ഹലോ ആർക്കും സിറ്റി കയറാൻ പറ്റുന്നില്ല. 45-40 മിനിറ്റ് ആയിട്ട് ക്യൂവിൽ നിൽക്കുമല്ലോ കുറെ പേര്. നമ്മുടെ ആർക്കും വേറെ ആരും എടുക്കാതിരിക്കടാ. വേറെ ആരും എടുക്കാതിരിക്കടാ. ലീഡർ മാത്രം ഇപ്പൊ താഴെ വെച്ച് കഴിഞ്ഞാൽ പോണ ഒരു സീൻ ഇതിപ്പോ എത്ര പ്രാവശ്യം കയറേണ്ടി വരും? 100-ന് മേലെ കണ്ണുണ്ട്. കയ്യിലിരിക്കും നല്ല 2 3 4 5 6 7 8 9 10 11 12. ആ ലെഫ്റ്റ് കൺട്രോൾ ക്ലിക്ക് ചെയ്യ വാസമനെ, എന്നിട്ട് ഗണ്ണ് ടാപ്പ് ചെയ്യ്. ലെഫ്റ്റ് കൺട്രോൾ ഹോൾഡ് ചെയ്തോണ്ട് ഗണ്ണ് ക്ലിക്ക് ചെയ്യും. ഓക്കെ. ചാറ്റ് പ്രശ്നമാണല്ലോ. വി ആർ വ്യൂവേഴ്സ്. അതിനെന്താ വ്യൂവേഴ്സ് ആണ്. നിങ്ങൾക്ക് അവിടെ കാണാനേ പറ്റുള്ളൂ. എന്റെ മൗസ് കൺട്രോൾ ചെയ്യാനും എന്റെ കീബോർഡ് കൺട്രോൾ ചെയ്യാൻ പറ്റൂല. ഞങ്ങൾ എടുത്തോളാം. ബാക്കി എടുക്കണ്ട. ഏറ്റവും അടിക്കല്ലേ ഇതാരാ ഈ കിടന്ന് ഉരുളുന്നേ സോഫേനെ കൊണ്ട്? എന്റെ ചൂട് അവിടെ അതേപോലെ ചെയ്താ മതി. രണ്ടുപേരെ എടുത്താ പോകാണേ. ആരൊക്കെ കണ്ണെടുത്തെന്ന് പറഞ്ഞാ ഞാൻ മാത്രം എടുത്തോളാം. നീ മേളിലോട്ട് കൊണ്ടുവരണ ചന്ദ്ര കണ്ണ്. നിങ്ങളൊക്കെ ചില്ലായിരിക്കും. എനിക്ക് ചാറ്റ് കാണുമ്പോ കോമഡി ആയിട്ട് തോന്നുന്നത്. ഗണ്ണ് കുറയുന്നുണ്ടോ? അതെന്താ കുറയുന്നുണ്ടോ? ഒരു സംശയം. ഇല്ല കൗണ്ട് ഉണ്ട്. അപ്പൊ കൗണ്ട് ഉണ്ട്. ഞാൻ കൗണ്ട് ചെയ്തോളാം. ചാറ്റ് വെറും പ്രശ്നമാക്കുകയാണ്. ആർക്ക് പ്രശ്നം? ഇത് ഇത്ര സീരിയസ് ആക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ പുള്ളിക്ക്? അതൊരു ഫണ്ണാർപ്പി ആയിട്ട് കണ്ടിന്യൂ ആക്കിയാ പോരെ? വാവ് മച്ചാ കണ്ട ആപ്പ ഗ്യാങ്ങിന്റെ ലീഡർ അല്ല ഞാൻ, ടിവിയുടെ ലീഡറാ ഞാൻ. മനസ്സിലായ? ഇതിവിടെ നിൽക്കുന്നത് എന്റെ ഇങ്ങനത്തെ ഡിസിഷനിൽ തന്നെയാണ്. ഇവിടെ വരെ നിൽക്കുന്നുണ്ടെങ്കിൽ മനസ്സിലായ? അതൊക്കെ എന്റെ ഇഷ്ടമാണ്. ഗ്യാങ് അസറ്റ്സ് തൊട്ടുള്ള കളിയും ഫണ്ണൊന്നും വേണ്ട. ഇത് ഒരു ദിവസം അല്ല, മനസ്സിലായോ? ഒരു ദിവസം അല്ല ഇത്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കണേ, ഞാൻ നിങ്ങളുടെ ചോദിക്കണ ഒരു കാര്യത്തിന് മറുപടി പറ. ഇത്രയും പേര് ഒരുമിച്ചാണ് ഒരു കൺസൈൻമെന്റ് അടിക്കണേ. ഇതില് 2-3 പേരുടെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ളവരുടെ എഫേർട്സിനെ സാക്രിഫൈസ് ചെയ്യാൻ പറ്റത്തില്ല. അതല്ല ഒരു രാഷ്ട്രീയ ലീഡർ ഞാൻ ചെയ്യേണ്ട ഒരു കാര്യം. ഞാൻ പറയുന്ന കാര്യം മനസ്സിലായ? അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഗ്യാങ്ങിന് ഇവിടെ കുറെ ഹൈറാർക്കിയും ഡെക്കോറും കുറച്ച് കാര്യങ്ങളൊക്കെ ഗ്യാങ്ങിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അത് കീപ്പ് ചെയ്യണം എന്ന് പറഞ്ഞുള്ളത് കീപ്പ് ചെയ്യണം. അത് വെച്ച് തമാശയാക്കാൻ പാടില്ല. നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയാണ്, നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗോഡ് ഫാദറിനെ റെസ്പെക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇറങ്ങിയ മെമ്പേഴ്സിനെ നമ്മൾ ഇവിടെ നിന്ന് വേറെ ഒന്നും പറയില്ല. അങ്ങനെയൊക്കെയാണ്. എനിക്ക് ഇതൊക്കെ വലിച്ചു പറിച്ച് കളയാറുന്നില്ല. അതൊക്കെ നമ്മൾ ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യരുതെന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്യണ്ട. അത് തമാശയാക്കാൻ പറ്റത്തില്ല. ഒരു ദിവസം അല്ല, മൾട്ടിപ്പിൾ തവണ ഇത് ഉണ്ടായി.
താഴെ കുറച്ച് ഡ്യൂറബിലിറ്റി കുറഞ്ഞ കണ്ണായിരിക്കും ഞാൻ എടുത്തില്ലത്. ആ അല്ലല്ല അത് കുഴപ്പമില്ല. ഇത് മൊത്തം എനിക്ക് 1 2 3 4 5 1 2 3 4 5 6 7 8 9 10 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 32 33 34 35 36 37 38 39 40 41 42 42 42 ഇൻറ്റു 5 എത്രയാ? തെറ്റിയെന്നാ? തെറ്റിയില്ലടാ. 112 കണ്ണു വാസുവിനെ. അതെ 42 ഇൻറ്റു 5 210 212 അല്ലേ പാപ്പാ? ഓ 212. ആ കറക്റ്റ് 212 കണ്ണ്, തെറ്റൊന്നും ഇല്ല, കറക്റ്റാണ്. 212 കണ്ണുണ്ട്. 212 കണ്ണ്. ഇനി ഇതിനകത്ത് നിങ്ങൾക്ക് ആർക്ക് ഗണ്ണ് വേണമെങ്കിലും എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. എൻ്റെ അടുത്തോ അല്ലെങ്കിൽ ചന്ദ്രൻ്റെ അടുത്തോ ഗണ്ണിൻ്റെ കാര്യം പറഞ്ഞാൽ മതി, അന്നേരം എടുത്തു തരും. ഗണ്ണ് ഞാൻ ഇനി എല്ലാ ദിവസവും വരുന്ന ദിവസങ്ങളിൽ ഗണ്ണ് ആർക്കൊക്കെ എടുത്ത് തന്നു എന്നുള്ള കാര്യം ഞാൻ ചോദിക്കുകയും ചെയ്യും. ടോട്ടലി നമ്മളുടെ കയ്യിൽ ഇപ്പോൾ ഇൻസ്റ്റോക്ക് 212 ഗണ്ണുണ്ട്. അപ്പോൾ ഇനി ഒരു കൗണ്ടിൽ അങ്ങ് പോവാം. ഇനി ഇതിനകത്തൊന്ന് ഗണ്ണൊന്ന് പോകുന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അതാകുമ്പോൾ എനിക്ക് ഇവിടുത്തെ മെമ്പേഴ്സാണ് ഇത് ചെയ്യുന്നതെന്നുള്ള കാര്യമല്ല പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും ഞാനും 2 കോലീഡേഴ്സിന് മാത്രമേ ഇതിനകത്ത് ആക്സസ് ഉള്ളൂ. അപ്പോൾ ബാക്കി നമുക്ക് നോക്കാം. ഇനി ആ റേഡിയോ പറഞ്ഞാൽ കേൾക്കുന്നില്ലേ? ആ അപ്പോൾ ഞങ്ങൾ ഇനി ലീഡർ അല്ലെങ്കിൽ കോ ലീഡർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇത് മാത്രമേ നിങ്ങൾക്ക് ഗണ്ണെടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി മെമ്പേഴ്സിനപ്പം ഗണ്ണെടുക്കാൻ പറ്റത്തില്ല. ഗണ്ണ് വേണമെന്നുണ്ടെങ്കിൽ പറയണം. ഇനിയിപ്പോൾ ഞാൻ എക്സാമ്പിൾ പറയാം, നീക്ക് ഒരു പ്രീ വാറിന് തോറ്റിട്ട് ഗണ്ണെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ വാർ കളിക്കാതിരുന്നാൽ മതി. തൽക്കാലം ഈ സിറ്റുവേഷൻ സോൾവ് ആവട്ടെ, അത്രേ ഉള്ളൂ. അല്ലാതെ ഗണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞങ്ങ് ഇതാവണ്ട. ഇനി ഒരു പ്രീ വാർ വല്ല തോക്കുവാണെങ്കിൽ ആ വാറ് ഞങ്ങൾ 2 പേരും അവൈലബിൾ അല്ലെങ്കിൽ കളിക്കണ്ട, നിങ്ങൾ വെച്ചാൽ മതി. ഞങ്ങളുടെ ഗണ്ണില്ല, നാളെ വരാമെന്ന് പറഞ്ഞാൽ മതി. ഡ്യൂറബിലിറ്റി കുറഞ്ഞ ഗൺസ് 12 ഇരിക്കത്തില്ല. ആ ഓക്കെ ഓക്കെ, അതവിടെ ഉണ്ട് പക്ഷെ അതവിടെ ഉണ്ട്. എൻ്റെ കയ്യിൽ ഒരു ഗണ്ണൂടെ ഇരിപ്പുണ്ടല്ലേ. ആ അപ്പൊ കേട്ടില്ല. 3 2 അവൈലബിൾ അല്ല, നമ്മൾ 3 ഇല്ലേ? ആ അതാ പറഞ്ഞേ, 2 കോലിഡേഴ്സ് ലീഡർ എന്ന് പറഞ്ഞേ. ഓ അങ്ങനെ. ഗണ്ണ് നോക്കട്ടെ, എനിക്ക് കുറച്ച് അപ്പൊ നമ്മളെ വീട്ടിൽ പോയി നീ എന്താ പറയാൻ വന്നേ? ഇപ്പൊ 2 പേരെ അവൈലബിൾ അല്ലേ? ഗണ്ണിന്റെ കോച്ചിനല്ല ഒരു റോൾ കൊടുത്തു കഴിഞ്ഞാൽ അതായിരിക്കും കുറച്ചൊരു ബെറ്റർ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചന്ദ്ര ആർക്കും ഒരു റോളില്ല. കാരണം കറന്റ് ഇവിടുത്തെ റൂള് പ്രകാരം ലീഡർ ആൻഡ് കോ ലീഡറിന് മാത്രമേ ഉള്ളൂ ബോസ് ലോക്കർ ആക്സസ് ചെയ്യാൻ പറ്റുന്നത്, അല്ലാതെ വേറെ ഒരു റോളിനും പറ്റത്തില്ല. കാരണം അങ്ങനെ കുറച്ച് കണ്ണെടുത്ത് കോച്ചിന്റെ കൊടുക്കുക. കാരണം അതല്ല ഒന്നത്തെ ഞാൻ കേറുന്ന ടൈം വേറെയാണ്, കോച്ച് അത്യാവശ്യം കുഴപ്പമില്ല ചന്ദ്ര. ഇവിടുത്തെ മെമ്പേഴ്സ് കാണിച്ചതിന്റെ പെനാൽറ്റിയാണ് ഈ ചെയ്യുന്നത്. ഇവിടുത്തെ മെമ്പേഴ്സിൽ ഒരാളാണ് നീഗൻ. ഇതിനകത്ത് വേറെ ആർക്കൊക്കെ ഇൻവോൾവ്മെന്റ് ഉണ്ടെന്ന് എനിക്കറിയണം. ഇവിടുത്തെ മെമ്പേഴ്സ് കാണിച്ചു വെച്ച കാര്യത്തിനുള്ള പണിഷ്മെന്റ് ആണ് ഞാൻ ഈ ചെയ്യുന്നത്. ഇൻ കേസ് ഒരു പ്രീ വാറിന് വീഴുവാണെങ്കിൽ കളിക്കണ്ട, അതാണ് പെനാൽറ്റി. ഒരാൾ ചെയ്യുന്നത് ബാക്കിയുള്ളവരെ ബാധിക്കുമെന്ന് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവണം. അപ്പൊ അത് റിപ്പീറ്റ് ചെയ്യൂല. ഞാനാണല്ലോ ഇവിടെ കണ്ണെടുക്കണം എന്നുള്ള രീതിയിൽ പറയണം എല്ലാരും. എനിക്കത് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഫീൽ ചെയ്തു. നീ കണ്ണെടുത്തല്ലോ, ഇപ്പൊ നീഗന്റെ കാര്യമല്ലേ നമ്മൾ സംസാരിക്കുന്നത്. അല്ല എന്റെ അടുത്ത് ഓൾറെഡി ഒരു അക്യൂസേഷൻ പറയുന്നുണ്ടല്ലോ എന്റെ കാര്യത്തിൽ. ആര് പറഞ്ഞു? പറയുമ്പോ എനിക്കത് കുത്തുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഇതിനകത്ത് ആരാ പറഞ്ഞു നീ കണ്ണെടുത്തെന്ന്? ഇവിടെ കോച്ച് പറഞ്ഞായിരുന്നു, നീലം പറഞ്ഞായിരുന്നു, അങ്ങനെ കുറെ പേര് പറഞ്ഞായിരുന്നല്ലോ ആ സമയത്ത് കുറച്ചാണ് മുന്നേ. അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാല് ചിലപ്പോ അവര് പറഞ്ഞായിരുന്നു. അപ്പൊ എടാ ഇത്രയും നാളെ ഇപ്പൊ കോമൺ ലോക്കറിലല്ലേ ഇരുന്നത്. കോമൺ ലോക്കറിൽ ഇരുന്ന സമയത്ത് ആരൊക്കെ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലല്ലോ. ഇനി അവിടുന്ന് മിസ്സാവുകയാണെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അപ്പാപ്പൻ, ഇവർക്ക് 3 പേർക്കും അല്ലാതെ അറിയത്തുള്ളൂ. അപ്പൊ ഇനി കണ്ണ് മിസ്സാവുന്നുണ്ടോ നമുക്ക് നോക്കി നോക്കാം.
അപ്പൊ നമുക്ക് കറക്റ്റ് കണക്കറിയാവല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാവില്ലേ മെമ്പേഴ്സ് ആണോ കോ ലീഡർ ആണോ ഇത് എടുത്തോണ്ട് പോയെന്ന് നമുക്ക് അറിയാമല്ലോ. അപ്പൊ നിനക്ക് ഇന്നസെൻസ് പ്രൂവ് ചെയ്യാൻ ടൈമുണ്ട്. അപ്പൊ ഇനി ഗൺസ് തൽക്കാലം കുറച്ച് സിറ്റുവേഷൻസിൽ അവിടെ ഇരിക്കട്ടെ, അതാണ് ഏറ്റവും നല്ലത്. പണ്ണനെ വിശ്വസിക്കാണ് ഞാൻ എടുത്തത് കണ്ണ്. എന്താ കേട്ടില്ല? പണ്ണനെ വിശ്വസിക്കാണ് ഞാൻ എടുത്തത് കണ്ണ്. ഇല്ല, എനിക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ഈ ഗണ്ണെല്ലാം കൊണ്ടുവന്ന് ഞാൻ എന്റെ പ്രൈവറ്റ് അപ്പാർട്ട്മെന്റിൽ കൊണ്ട് വെക്കൂലേ? നിനക്ക് ആക്സസ് ഉള്ള ബോസ് ലോക്കർ ഞാൻ വെക്കുവോ? അല്ല, അണ്ണവനെ പറഞ്ഞില്ല ഇന്നസെൻസ് പ്രൂവ് ചെയ്യാന്നുള്ള രീതിയിൽ പറഞ്ഞു, അതുകൊണ്ട് അങ്ങനല്ല, നീ സ്വന്തമായിട്ട് ഗിൽറ്റി എന്ന് നീ തന്നെ പറയുന്നുണ്ടല്ലോ. അത് ബാക്കിയുള്ളവരുടെ മുമ്പിൽ നീ ഇന്നസെന്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നിനക്ക് ടൈം ഉണ്ടെന്നാ പറഞ്ഞത്. ഞാൻ പറഞ്ഞതല്ല. ഈ ഗണ്ണിന്റെ കേസില് എനിക്ക് ഇങ്ങനെ ലൈക്ക് നമ്മള് അണ്ണ ഇപ്പൊ പറയുമ്പോ ഓക്കെ, അപ്പൊ ഗ്യാങ്ങിലെ ആൾക്കാര് ബാക്കിയുള്ള ആൾക്കാർ വന്നിട്ട് എന്റെ അടുത്ത് ഓക്കെ അല്ലെങ്കിൽ മറ്റേ എവിടെയാ ഗണ്ണ് കൊടുത്ത് സത്യം പറയാൻ എന്തിനാന്ന് പറയുമ്പോഴത്തേക്കും അത് മനസ്സിലായില്ല. അത് ആരെ സംസാരിച്ചോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ചന്ദ്രനാണ് ഗണ്ണെടുത്തതെന്ന്? അന്നത് കോച്ചും പറഞ്ഞാൽ എനിക്കവിടെ കോച്ച് ഉണ്ടായിരുന്നു, നീലം കുറുപ്പുണ്ടായിരുന്നു. കുറുപ്പ് ചോദിച്ചൊന്നുമില്ല. കോച്ചിന് എന്താ പറഞ്ഞോ? കോച്ചിന് എന്താ പറഞ്ഞോളെ? எனக்கு ஏன்னா இவன் டீல் செய்த போது என்கிட்ட என் முன்னாடி தான் போயிட்டு சம்சாரிச்சு அவட டீல். ആരുടെ സംസാരിച്ച്? ഓസാമാവോட. എന്താ ഡീലാ കോച്ചിന്റെ എന്താ ഉള്ള എന്താ പ്രൂഫ് ഉള്ള? நான் தான் ஒட்டு கேட்டது தான் ப்ரூஃப், வேற எதுவும் இல்ல என்கிட்ட இப்போதைக்கு. കുറച്ച് നാൾ കൊടുത്തனா நான் நல்ல ப்ரூஃபா எடுத்துட்டு வரேன், അത്രേ ഉള്ളൂ, വേറെ എതുவும். എന്താ ഒട്ട് കേട്ടെന്നാ പറയണേ? ഞാനൊരു കാര്യം പറയട്ടെ, ഒസാമ എടുത്തുള്ള ഡീൽ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. വിശ്വാസം അതാണ് ശരി. ഓക്കെ, ഒരു നല്ല ഓൾറെഡി പറഞ്ഞു മനസ്സിലായി. അന്ന് ഞാൻ കോച്ചിന്റെ അടുത്ത് അടക്കം വണ്ടിയിലിരുന്ന് പറഞ്ഞു എന്ത് ഡീലാന്ന് കോച്ചിന്റെ അടുത്ത് ചോദിച്ചപ്പോ ഞാൻ കോച്ചിന്റെ അടുത്ത് അന്ന് തന്നെ പറഞ്ഞു പറഞ്ഞു. അതിലപ്പുറം എന്തിനാണ്? ஆனா நீங்க സംസാരിച്ച போது நான் கூட இருந்து ഓക്കെ. കോച്ച് കേട്ടെങ്കിൽ കോച്ചിന് അന്നേരം തന്നെ വാസുവിന്റെ അടുത്ത് പറയായിരുന്നല്ലോ പിന്നെ ഗണ്ണിന്റെ ഡീൽ നടത്തുന്നുണ്ട്, ഗണ്ണിന്റെ അക്കൗണ്ട് നോക്കണമെന്ന്. அப்ப எனக்கு മനസ്സിലായില്ലല്ല. நான் ஏதோ நீ லீடர் நீ பண்றேன்னு நான் விட்டுட்டேன். அப்புறமா தானே லைக் மிஸ்டர் எக்ஸ் கிட்ட கொடுக்கலான்னு சொல்லும் போது அந்த சிட்டிசன்ஸோட நம்பர் சீரியல் நம்பர் கன்ஸ் எல்லாம் எடுத்து கொடுக்கும் போது நம்மளோட கேங் ஹவுஸ்ல இருந்து போயிடுச்சுன்னா நம்மளுக்கு ப்ராப்ளம் அப்படின்னு பறஞ்சு. சோ அப்பதான் எனக்கு கனெக்ட் ஆகி நீ குறைய கன்ஸ் எடுத்து வெளில வித்துன்ட்டு. എന്താ പറയണ? ഞാൻ വിറ്റിട്ടില്ലല്ലോ അതിനെ. ശരിടാ, ഓക്കെടാ, നല്ല പ്രൂഫ് വന്നോണ്ട് ഞാൻ പറയാം. അത് പക്ഷെ ഒരു കണ്ണ് കാണിക്കാവോ? ഒരു ഒറ്റ കണ്ണ് കാണിക്കാവോ? അല്ലെങ്കിൽ കോച്ചിന്റെ ഏതെങ്കിലും കണ്ണ് കിട്ടിയായിരുന്നോ? ഇല്ലടാ, പ്രൂഫ് ഇല്ലാത്ത പക്ഷം അത് സംസാരിക്കാൻ നിങ്ങളുടെ പറയുന്ന കാര്യത്തിൽ പ്രൂഫ് ഉണ്ടോ? എതും പറയത്തേക്ക് പ്രൂഫ് ഇല്ല. പ്രൂഫ് ഇല്ല. അപ്പൊ പിന്നെ നമുക്ക് ഒരാളെ പിടിച്ചു നിർത്തിയിട്ട് ഇങ്ങനെ ഗണ്ണ് വിറ്റു എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ കോച്ച്. இல்ல, நான் அது கேட்டு മനസ്സിലായ. இப்ப நம்ம 2 பேர் 3 பேர் സംസാരിക്കും போது எனக்கு கேக்குமல்ல, அது கேட்டு அது மட்டும் தான் நான் சொல்றேன். இவன் இந்த டவுட் நான் அவன்கிட்ட டைரக்ட் ஆயிட்டும் கேட்டு பட் அப்ப கூட ഹീലിംഗ്സ് சொல்லி தான் அவன் സംസാരിച്ചു. എനിക്ക് കോലീഡറിന്റെ അടുത്ത് ഒന്ന് പേഴ്സണൽ ആയിട്ട് സംസാരിക്കണം. ഒന്ന് വരുമോ ചന്ദ്ര? എന്തെങ്കിലും പറയാനുണ്ടോ ചന്ദ്ര എന്നോട്? നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എന്തെങ്കിലും ഞാൻ ഇങ്ങനെ ചോദിക്കുമോ നിന്റെ അടുത്ത് വളരെ കാഷ്വൽ ആയിട്ട്? നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ, സംസാരിക്കാനുണ്ടോ? ലൈക്ക് മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ച് നമുക്കത് അങ്ങനത്തെ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. നിനക്ക് എന്നോടായിട്ട് എന്തെങ്കിലും സംസാരിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ പറയാം. അണ്ണൻ ഡ്രസ് മാറ്റണം ശരിക്കും പറയുവാണെങ്കിൽ. അണ്ണന് ശരിക്കും ചേരില്ല. ഇല്ല, അത് കുഴപ്പമില്ല, അത് വിട്. നമ്മള് ഇപ്പൊ ഈ ഗണ്ണ് ഇപ്പൊ കൊറേ നാളായില്ലേ? നീ തന്നെ പറയുന്നില്ലേ കൊറേ നാളായി, കുറച്ചു നാൾ മുമ്പ് കോച്ച് പറഞ്ഞു, നീലം പറഞ്ഞു എന്നൊക്കെ നീ തന്നെ പറയണുണ്ടല്ലോ. അപ്പൊ നമുക്കിത് മുന്നോട്ട് ഇങ്ങനെ നീട്ടി കൊണ്ടുപോകണ്ടോ? നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എന്നോട് പറയാം. അണ്ണൻ എന്റെ ഡയറക്റ്റ് ആയിട്ട് ചേര്. ഇല്ല, അതാ ഞാൻ പറഞ്ഞത്. നിനക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. ഞാൻ നമ്മള് മെമ്പേഴ്സിന്റെ മുമ്പിൽ വെച്ച് ഇങ്ങനെ ചോദിച്ച് ബാഡ് ആക്കണ്ടല്ലോ എന്നുള്ളത് ഞാൻ വിചാരിച്ചേ. വാസ്തവന്റെ അടുത്ത് ഞാൻ ഇതുവരെ കള്ളം പറഞ്ഞിട്ടില്ല.
ഇനി വേണേലും തുടങ്ങാലോ ഒരു ശീലം. അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ കള്ളം ഞാൻ അണ്ണന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞ് ശീലിച്ചിട്ടില്ല. അല്ല ഞാൻ കള്ളം പറഞ്ഞു എന്നല്ല ഞാൻ പറയണം. നിനക്ക് അതിനെ പറ്റി എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ? എന്തിനെ പറ്റി അണ്ണാ? ഗണ്ണിനെ ഈ ഗണ്ണ് കേസിനെ പറ്റി വാസവനെ പറയാനൊന്നുമില്ല. അല്ല എനിക്കറിയാം. അല്ല അപ്പം പറ. വാസവനെ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള കള്ളനെ കണ്ടുപിടിക്കണം അല്ലേ? അപ്പാപ്പ നീഗൻ സമ്മതിച്ച് അവന് പൈസക്ക് ആവശ്യം വന്നപ്പോ 7 ഗണ്ണ് എടുത്താണ്. TV ആണ് സത്യം അണ്ണാ. ഞാനൊരു കാര്യം പറയാം. ഇത് ഈ ഗണ്ണ് നീഗൻ എടുത്തു. അവനത് എന്റെ തരാൻ വേണ്ടി തന്നെയാണ് എടുത്തത്. 25 ഗണ്ണും 25 ഗണ്ണും അവ എടുത്തിട്ട് അവൻ എന്റെ കൈ കൊണ്ട് തന്നു. ചന്ദ്ര ഇത്ര ഗണ്ണ് ഗ്യാങ് മറ്റേ കൺസൈൻമെന്റ് ഗണ്ണ് വണ്ടിയിൽ എടുത്തതാണ്. അന്നേരം ഞാൻ ചോദിച്ചു 25 ഗണ്ണ് എടുത്തിട്ടും ഒരാൾ പോലും ഗ്യാങ് മെമ്പേഴ്സിലുള്ള ഒരാൾ പോലും അറിഞ്ഞില്ലാടാന്ന് ചോദിച്ചു. കാരണം എനിക്കത് അതിശയത്തോടെ ചോദിച്ചത്. കാരണം 1-2 ഗണ്ണല്ലോ 25 ഗണ്ണല്ലേ കാര്യമായിട്ട് പറയണേ. അപ്പൊ ഞാൻ എന്റെ അടുത്ത് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യാന്ന് വെച്ചു. അപ്പൊ ഒന്നും ചെയ്യാൻ എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പ്ലാനും ഇല്ല. ഇത് കൺസൈൻമെന്റ് ഗണ്ണാണ്, അത് അവിടെ തന്നെ വെക്കണം. പക്ഷെ ഇത് നമുക്ക് വാസുവിന്റെ അടുത്ത് പറഞ്ഞിട്ട് മീറ്റിംഗ് പോലെ വെച്ചിട്ട് അതിൽ പറഞ്ഞതിന് ശേഷം അത് വെക്കണമെന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ആവശ്യം എന്താ ചന്ദ്ര? ഞാൻ ഒരാളല്ലോ. അണ്ണ ഒരു ഇവിടെ എന്താ ഞാൻ പറയാൻ നോക്കണെന്നുള്ള കാര്യമല്ലേ അണ്ണ ചോദിക്കണേ. ഇത് എന്തിനാ പറയാൻ നോക്കണെന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. അണ്ണ നിക്ക് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര ദിവസമായി? അണ്ണാ കൺസൈൻമെന്റ് കഴിഞ്ഞിട്ട് ഇപ്പൊ 2-3 ദിവസമായി. ഞാൻ അണ്ണന്റെ അടുത്ത് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രേ ഉള്ളൂ അണ്ണാ. 25 ഗണ്ണ് പോകുമ്പോ ഗ്യാങ്ങുള്ള മെമ്പേഴ്സ് ആരും അറിയുന്നില്ലെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ചന്ദ്ര 210 ഗണ്ണ് റിസർവ്ഡ് ആയിട്ട് നമുക്ക് ഇരിക്കുക. അതിൽ 25 ഗണ്ണ് പോയാൽ ആരും അറിയാൻ പോകണ്ട. ബോസ് ലോക്കറിൽ ഓൾറെഡി അത്യാവശ്യം ഒരു കൗണ്ട് ഉണ്ടായിരുന്നു. താഴത്തെ ലോക്കറിൽ 150 പ്ലസ് ഉണ്ട്. ആരിരുന്ന് കൗണ്ട് ചെയ്യണേ? അല്ല ഇവിടെ ആരാ ഗണ്ണ് കൗണ്ട് ചെയ്യണേ? ആരും ഗണ്ണ് കൗണ്ട് ചെയ്യണില്ല. അണ്ണാ അങ്ങനെ കൗണ്ട് ചെയ്യണം. അണ്ണാ എന്തിലുണ്ടായിരുന്നു അക്കൗണ്ട്? ഞാൻ എഴുതി വെക്കുവായിരുന്നു പുറത്ത്. അപ്പൊ ബാക്കിയുള്ള കമ്മിറ്റ്മെന്റ് ഇല്ലേ? എനിക്ക് മാത്രം മതിയാ? അപ്പൊ ചന്ദ്ര ഞാൻ ഒരു കാര്യം പറയട്ടെ. നിനക്ക് കൗണ്ട് അറിയാന്നുണ്ടെങ്കിൽ ഗണ്ണ് പോയപ്പോ എന്തുകൊണ്ട് നീ എന്നോട് വന്ന് പറഞ്ഞില്ല? നീ എന്നോട് എന്തുകൊണ്ട് വന്ന് പറഞ്ഞില്ല നിനക്ക് കൗണ്ട് അറിയായിരുന്നെങ്കിൽ? ഇന്നലെ അവനിക്ക് തന്നേ. ഇന്നലെ എന്ത് തന്ന്? 25 ഗണ്ണ് അവൻ ഇന്നലെ കൊണ്ടുവന്നിട്ട് എനിക്ക് എന്റെ തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ് എടാ ഇത് അണ്ണന്റെ കൊടുക്കാം. ഓൾറെഡി എനിക്കൊരു ബാഡ് ഉണ്ട്. അപ്പൊ ഇത് അണ്ണന്റെ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. അന്നേരം അണ്ണന് എന്താ ഒരു ഇത് തോന്നണമെങ്കിൽ തോന്നട്ടെ, അല്ലെങ്കിൽ നമ്മളങ്ങനെ തെറ്റൊന്നും ചെയ്യാറില്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ. എന്തുകൊണ്ട് നീഗൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു? അവൻ എന്തൊക്കെയായിരുന്നു അങ്ങനെ പറഞ്ഞെന്ന് എനിക്ക് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു പറഞ്ഞാൽ നീ അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെയാണ് എനിക്കിപ്പോ നിന്റെ സൈഡിൽ നിന്ന് കേൾക്കുമ്പോ ഫീൽ ചെയ്യുന്നത്. കാരണം അവൻ എന്നെ മുഖത്ത് നോക്കി പറഞ്ഞ കാര്യമാ. അവൻ എന്റെ മുഖത്ത് നോക്കി സമ്മതിച്ച കാര്യമാ. ബാധിച്ചില്ലല്ലോ. ഞാൻ ഇതുവരെ അണ്ണടുത്ത് തിരിച്ചൊന്നും ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല. കാരണം ഞാൻ തർക്കിക്കുമല്ല നിന്നോട് ചന്ദ്ര, ഞാൻ നിന്നോട് തർക്കിക്കുമല്ല. എനിക്ക് ഈ കൂട്ടത്തിലെ കള്ളൻ ആരാണെന്ന് എനിക്ക് കണ്ടുപിടിച്ചാൽ കൊള്ളാന്നുണ്ട്. നിനക്കില്ലേ? നീ നമ്മുടെ കോലീഡർ അല്ലടാ. നിനക്കില്ലേ നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് കണ്ണ് പോകുമ്പോ ഇത് ആരെടുക്കുന്നുള്ളത് അറിയണ്ടേ നിനക്ക്? അണ്ണാ നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് കണ്ണ് പോയിട്ടോ? അണ്ണാ നമ്മുടെ ഗ്യാങ്ങിൽ നിന്ന് കണ്ണ് പോയിട്ടുണ്ട്. പിന്നെ ഉറപ്പായിട്ടും എത്ര കണ്ണ് പോയിട്ടുണ്ടോ? അതിനൊന്നും എനിക്ക് കൗണ്ട് ഇല്ലടാ. കാരണം ഞാൻ ഇതുവരെ കൗണ്ട് വെച്ചിട്ടില്ല. കൗണ്ട് അറിയായിരുന്നെങ്കിൽ ഞാൻ അത് ക്ലിയർ ആയിട്ട് പറയൂലായിരുന്നു. എനിക്കതിന് കൗണ്ട് ഇല്ലടാ. എനിക്കതിന് കൗണ്ട് ഇല്ല. കൗണ്ട് അറിയായിരുന്നെങ്കിൽ ഞാൻ ഇതാക്കിയേനെ. ബാക്കി കൺസൈൻമെന്റ് കൊണ്ടുവന്ന ഈ 7 ഗണ്ണ് ഇപ്പം പോലീസുകാർ പിടിച്ചതല്ലാതെ ബാക്കി എല്ലാ ഗൺസും ഇവിടെ എത്തിയിട്ടുണ്ടോ? ബാക്കി എല്ലാ 17 ഗണ്ണുണ്ടായിരുന്നു. ഞാനത് ഇപ്പം എന്റെ 17 ഗണ്ണും അവന്റെ 7 ഗണ്ണ്. ഞാൻ ഇന്ന് കണ്ടിരുന്ന എല്ലാം എന്റെ സ്പേസില്ലാത്തതുകൊണ്ട് ബാക്കി എന്നോട് വാങ്ങിച്ചു. അല്ല, നമുക്ക് ഇത്രയും വലിയ ബോസ് ലോക്കറും ഒക്കെ ഉള്ളപ്പോ എന്തിനാണ് ഇത് കൈക്കൊണ്ട് നടക്കുന്നേ? എന്റെ ഇത് പോകില്ലെന്ന് കൺഫേം. കാരണം ഞാൻ ഒരു സിറ്റുവേഷൻ നീ ആരാണ്? നീ മറ്റേ മരിക്കാത്ത ആളോ? നിന്നെ ഏതെങ്കിലും പോകുമ്പോ ഇപ്പൊ ഒന്നാതെ മുതുക്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറക്കിട്ട് അടിച്ച് കത്തിച്ചിട്ട് പോരത്തന്മാര്. അണ്ണാ ഇവിടെ അണ്ണ ഉള്ളപ്പോ ആര് തൊടാ? അണ്ണാ രണ്ടുപേരും പേടിക്കണ്ട. ഇപ്പൊ ഹോസ്പിറ്റലിൽ നമ്മളെ കൊണ്ടുപോകത്തില്ല, നമ്മള് സേഫാ. നീ ലീഡറിനെയും കോലീഡറിനെയും കൊണ്ടുപോകാൻ പറ്റത്തില്ല ഏട്ടാ. ധൈര്യം എന്റെ ചന്ദ്ര, ഞാനൊരു കാര്യം പറയാം. ഈ ഓവർ കോൺഫിഡൻസ് ഒന്നിനും നല്ലതല്ല. ഓവർ കോൺഫിഡൻസ് ആയിരുന്നു ഇത്ര നാളത്തെ ആ സ്ട്രീക്ക് അങ്ങ് പോയില്ലേ? നീ മറ്റേ വെച്ച ആ ലോലം വന്ന് നിന്റെ ചന്തിക്ക് ഒരു ഉമ്മ തന്നപ്പോ നീ അങ്ങ് വീണല്ലേ അതിനകത്ത്? ഞാൻ ഒരുത്തനെ കയറ്റി വിട്ട് കണ്ണാപ്പി എന്ന് പറഞ്ഞ അസോൾട്ടറിനെ ഉദയം കാണാൻ അസ്തമായിരുന്നു. പക്ഷെ അത്
ടീമിന്റെ അസ്തമം. ഞാൻ ഒന്നുകൂടെ ചോദിക്കുക ചന്ദ്ര, നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ചോദിച്ചാ ഞാൻ പറയും. ഞാൻ ചോദിക്കാം. ആ ശരി ചന്ദ്ര, നീ ഇവിടുന്ന് ഗണ്ണെടുത്ത് വെളി കൊണ്ടുപോയി വിറ്റിട്ടുണ്ടോ? പപ്പാ പോയി. അവൻ എക്സിറ്റ് അടിച്ചാണോ? ആ അതാ താഴെ നോക്ക്. ഇതാണല്ലേ അവൻ എന്നോട് കള്ളം പറയത്തില്ലെന്ന് പറഞ്ഞേ. കള്ളം പറഞ്ഞില്ലല്ലോ. അതാ പറഞ്ഞേ, കള്ളം പറഞ്ഞിട്ടില്ല. പക്ഷെ കത്തിപ്പോയി. രസമനെ പോട്ടെ, സാരമില്ല. ഒരു 25 കണ്ണല്ലേ. അപ്പാപ്പ 25 ഗണ്ണിന്റെ അല്ല അപ്പാപ്പ. ഹലോ, ഓ പറഞ്ഞോ രസമനെ. എന്താ ലേറ്റ് ആയത്? ക്യൂവിലായിരുന്നു അപ്പാ, വലിയ ക്യൂ ആയിരുന്നു. ഓ കിരി എന്താ 1000 സെക്കൻഡ് കഴിഞ്ഞാ വന്നത്. ഇത്ര നേരം ഞാൻ 1000 സെക്കൻഡ് ക്യൂവിലായിരുന്നു. 89 എന്റെ ക്യൂ. 10:15 കയറി ഇരുന്നതാ, അപ്പോഴാ വന്നത്. കിരി അവിടെ വെയിറ്റ് ചെയ്തോ. കിരി ഇപ്പൊ വരാം, 2 മിനിറ്റ്. അപ്പാപ്പ അതല്ല അപ്പാപ്പ, ഈ ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു ഗ്യാങ് എങ്ങനെയാ യുണൈറ്റ് ആയിട്ട് ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നേ? അപ്പം പറഞ്ഞു കേക്കട്ടെ. എങ്ങനെയാണ് ഗ്യാങ് നല്ല യൂണിറ്റിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാ? സിംഗ്. അതെ, അപ്പോൾ ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സിന്റെ എല്ലാം കൺസിഡർ ചെയ്യണമല്ലോ. വേണം, ചെയ്യണം. അപ്പോൾ അപ്പാപ്പ ഇവിടുത്തെ കുറേ ആൾക്കാർക്ക് ഗണ്ണ് പോകുന്നതിലും ഗണ്ണ് വെളിയിൽ കൊണ്ടുപോയി വെക്കുന്നതിലും അവരുടെ ഗ്യാങ് അസറ്റ് എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ അല്ലേ അപ്പാപ്പ? അപ്പോൾ ഗ്യാങ് അസറ്റ് വെളിയിൽ കൊണ്ടുവന്ന് വെക്കുന്നതിൽ ചില ആൾക്കാർക്ക് അസൗകര്യം ഉണ്ട്. പിന്നെ ഇതിൽ അപ്പാപ്പനോട് മാത്രമായിട്ട് ഞാൻ പറയാം, ഞങ്ങൾ വെളിയിൽ പറയാത്ത കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ വട്ടം മിസ്റ്റർ എക്സിൻ്റെ മീറ്റിങ്ങിന് പോയപ്പം മിസ്റ്റർ എക്സ് വരെ പറഞ്ഞ് ഇനി ഗണ്ണ് വിൽക്കുന്ന ഗ്യാങ്ങിലുള്ളവന്മാരെ എല്ലാം ഇവിടുന്ന് പറഞ്ഞു വിടാനുള്ള പരിപാടിയാണെന്ന്. അപ്പോൾ അപ്പാപ്പ ഒരുത്തൻ ഇത് റിസ്ക് എടുത്ത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗ്യാങ്ങിനെ മൊത്തത്തിൽ ബാധിക്കും. പിന്നെ നാളെ വീട് പോയ വണ്ടി ഒന്നും കാണത്തില്ല ഇവിടെ. അതെ, മിസ്റ്റർ എക്സിനെ നമുക്ക് വെറുപ്പിക്കാൻ പറ്റത്തില്ല. സോ മിസ്റ്റർ എക്സിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാമെന്ന് വാക്ക് കൊടുത്ത് മിസ്റ്റർ എക്സിനോട് പറഞ്ഞ് ഗണ്ണ് വിൽക്കുന്നവന്മാരെ പിടിച്ചു കൊടുക്കാമെന്ന്. പിടിച്ചു കൊടുക്കുന്ന സമയത്ത് ഈ ചന്ദ്രൻ പുണ്ട ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ടി വിയേക്ക് ഇത്. എന്നിട്ടും ഞാൻ മിസ്റ്റർ എക്സ് ആയിട്ട് അവസാനത്തെ ഡീൽ വെച്ചിരിക്കുന്നത് ഗണ്ണ് വിറ്റതിനകത്ത് നമ്മുടെ ആളുണ്ടെന്ന് തെളിയുവാണെങ്കിൽ ബാക്കിയുള്ളവരെ ഞങ്ങൾ പിടിച്ചു തരാം. അങ്ങനെയാണെങ്കിൽ ടി വിയിലുള്ള ആൾക്കാരെ വെറുതെ വിടുവോ എന്ന് ചോദിച്ച് മിസ്റ്റർ എക്സിനോട് ഞാനൊരു ഡീല് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇവൻ്റെ വായിൽ നിന്ന് ഒരു എസ് കേട്ടാൽ മതി, എനിക്ക് ഒരൊറ്റ എസ് വാസോണ ഞാൻ കൊണ്ട് വിറ്റിട്ടുണ്ട് എന്നൊന്ന് പറഞ്ഞാൽ മതി. എന്ന് വിറ്റിട്ടുണ്ട്. അത് അവന്റെ വായിൽ നിന്ന് എനിക്ക് കേൾക്കണം. ഞാനും അപ്പാവനോ ഞാനും അണ്ണാ സൗണ്ട് ബഗ് ആയപ്പോഴത്തേക്ക് എനിക്ക് F8 അടിക്കേണ്ടത്. ഒരു മിനിറ്റ് ചന്ദ്ര, ഒരു മിനിറ്റ്. അപ്പാപ്പ വന്നേ. അപ്പാപ്പൻ കണ്ണ് വിറ്റിട്ടുണ്ടോ? പിന്നെ വാസുവിന് ടിവിയുടെ കണ്ണ്. ഓ 2 ആർക്ക് വിറ്റ്? അതിന് ഏതോ ഒരു സിറ്റിസണ്. എന്ന്? അത് കുറച്ചായി. അണ്ണാ ചോദിക്കണം, അണ്ണാ ചോദിക്കേ. അത് സംസാരിച്ചോളാം അപ്പാപ്പ. ചോദിക്കാം ചന്ദ്ര, എനിക്ക് ചോദിക്കാൻ നീ സത്യസന്ധമായിട്ട് മറുപടി പറയണം. ഇന്നേ വരെ അണ്ണന്റെ അടുത്ത് നീ കുറച്ചു നേരം മുമ്പ് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, വാസോണന്റെ അടുത്ത് ഇതുവരെ ഞാൻ കള്ളം പറഞ്ഞിട്ടില്ല. അതെനിക്ക് സത്യം പറഞ്ഞിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര, എനിക്ക് നിന്നോടുള്ള റെസ്പെക്ട് ഭയങ്കരമായിട്ട് കൂടി. സത്യം പറയാളിയാ, റെസ്പെക്ട് എനിക്ക് ഭയങ്കരമായിട്ട് കൂടി. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള. അപ്പൊ എന്റെ അടുത്ത് സത്യസന്ധമായിട്ട് മറുപടി പറഞ്ഞാൽ മതി കേട്ടാ. ഞാൻ സത്യസന്ധമായിട്ട് പറയാനുള്ളതാണ്. അപ്പൊ ചന്ദ്ര, നീ ടിവിയുടെ ഗണ്ണെടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് സിറ്റിസൺസിന് വിറ്റിട്ടുണ്ടോ? സിറ്റിസൺസിന് വിറ്റിട്ടില്ല. ആർക്കാ വിറ്റിട്ടുള്ളത്? ഗ്യാങ്ങിന്. ഏതൊക്കെ ഗ്യാങ്ങിന്?
അണ്ണാ അത് ഞാനല്ല വേറെ ആളെ വെച്ചിട്ട് ഒരു ഡീലറിനെ വെച്ചിട്ട്. ആ ഡീലറിന്റെ പേര് ഒസാമ എന്നല്ലേ? പറഞ്ഞോ ചന്ദ്ര, എല്ലാം നമ്മളിതിന്റെ ക്ലൈമാക്സിലെത്തി. സത്യമായിട്ട് ഇതിന്റെ ക്ലൈമാക്സിലെത്തി ചന്ദ്ര. ഒസാമല്ലാണ് വേറൊരാളാ. ഒസാമ അതിനകത്ത് ഒരാളല്ലേ? മുത്തു ആണ് മുത്തുവിന്റെ കൊടുത്ത മുത്തു ചെയ്ത്. ഒസാമ അതിലൊരാളല്ലേ? ഒസാമ അതിലൊരാളല്ല. ആളല്ല. മുത്തു ആണ്, മുത്തുവിനെ അറിയാവുള്ളൂ. അത് വെച്ച് നോക്കും. പീറ്ററിനെ പരിചയമുണ്ടോ നിനക്ക്? ഓണ്ണ അവനാ മുത്തുവിനെ പരിചയപ്പെടുത്തുന്ന. പീറ്ററിന്റെ കയ്യിൽ ഗണ്ണ് ഏൽപ്പിച്ചിട്ടില്ലേ നീ? ഇല്ല അവനാ മുത്തുവിനെ പരിചയപ്പെടുത്തുന്നത്. മുത്തു അടിയിലാണ്. ഡയറക്റ്റ് ആയിട്ട് മുത്തുവിന്റെ കയ്യിലാണ് ഗണ്ണ് കൊടുത്തിട്ടുള്ളത്. മൊത്തം എത്ര ഗണ്ണ് കൊടുത്തിട്ടുണ്ടാവും? ഞാൻ ഇതൊരു പ്രശ്നമാക്കാനല്ല, ഇതിനൊരു സൊല്യൂഷൻ നീ ഇതിവിടെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നീഗന്റെ സസ്പെൻഷൻ ലിഫ്റ്റ് ചെയ്യാം. ഇല്ല അണ്ണാ, ഞാൻ അങ്ങനല്ല. ഞാൻ എന്റെ അടുത്ത് അണ്ണ ഇന്നേവരെ ഒന്ന് ചന്ദ്ര നീ കണ്ണെടുത്തിട്ടുണ്ടോ എന്റെ അടുത്ത് ഇന്നേവരെ അണ്ണൻ ചോദിച്ചിട്ടില്ല. എന്റെ അടുത്ത് ഞാൻ അണ്ണന്റെ അടുത്ത് ഇതുവരെ കള്ളവും പറഞ്ഞിട്ടില്ല. അണ്ണൻ വന്നിട്ട് എന്റെ അടുത്ത് ചോദിച്ചു ചന്ദ്ര നീ കണ്ണെടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടെന്നേ പറയത്തുള്ളൂ. ഞാൻ അണ്ണന്റെ അടുത്ത് ഇന്നേ വരെ ഒരു പ്രാവശ്യം പോലും വന്ന് അണ്ണന്റെ അടുത്ത് ചോദിച്ചിട്ടില്ല. പറ, എത്ര കണ്ണ് വിറ്റ്? 20. മൊത്തം അങ്ങ് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ഞാനും പറഞ്ഞെടുത്തിട്ടുണ്ട്, പറഞ്ഞോ. പറഞ്ഞോ സത്യസന്ധമായിട്ട് പറഞ്ഞു. അണ്ണാ 20 അണ്ണാ. സത്യസന്ധമായിട്ട് പറഞ്ഞോ. 20. എത്ര രൂപയ്ക്കാണ് ഒരു ഗണ്ണ് നീ? അണ്ണാ ടോട്ടല് 25 കണ്ണ്. 5 കണ്ണ് എനിക്ക് കൺസൈൻമെന്റ് ചെയ്യുന്ന മറ്റേ ഇത് കിട്ടി. ബോണസ് കിട്ടിയത് അതൊക്കെ. അല്ലാതെ 20 കണ്ണ്. 20 കണ്ണ്, 5 എണ്ണം മറ്റേ ബോണസ് കിട്ടിയത്. 7 എണ്ണം ഇപ്പൊ പീഡിക്കാര് പിടിച്ചോണ്ട് പോയി. അണ്ണാ ഞാൻ പറഞ്ഞ ആദ്യത്തെ കേസാ. ഈ 25 കണ്ണില്ലേ ഇപ്പം പറഞ്ഞ നീകന്റെ, ഇത് ഗ്യാങ് അണ്ണന്റെ തരാൻ വേണ്ടി തന്നെ. ഇതിലൊരു കള്ളം ഇല്ല. ഇത് അണ്ണന്റെ തരാൻ വേണ്ടി തന്നെ. ഇപ്പൊ ഞാൻ പറഞ്ഞ സെയിം കാര്യം തന്നെ. നീകൻ എന്താ അണ്ണന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അവൻ എന്റെ അടുത്ത് പറഞ്ഞെന്ന് പറഞ്ഞാ അവൻ എന്തോ പറയണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിട്ട് അവന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞെന്നാ പറഞ്ഞേ. കൺഫ്യൂഷനാ? നിന്നെ ഇപ്പൊ ഒരാള്, ഞാൻ എക്സാമ്പിൾ, രാത്രി നീ സിനിമയ്ക്ക് പോയിട്ട് വരുമ്പോ നിന്നെ ഒരാളെ കള്ളന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തിയാല് പെട്ടെന്ന് കൺഫ്യൂഷൻ ആയിട്ട് ഞാൻ കക്കാൻ വന്നതല്ല, ഞാൻ ഇവിടുത്തെ ആരെങ്കിലും കട്ടോണ്ട് പോകാൻ വന്നതാണെന്നോ അല്ലെങ്കിൽ കയറി പിടിക്കാൻ വന്നതാണെന്നോ പറഞ്ഞ് രക്ഷപ്പെടുവോ ആരെങ്കിലും? ഇല്ല എന്ത് പറഞ്ഞത് എനിക്ക് അണ്ണാ സത്യം പറയല അണ്ണാ. ഞാൻ ഉള്ളപോലെ പറയുക. അവൻ എന്താ അങ്ങനെ പറഞ്ഞിരിക്കണം. മേ ബി അവൻ ചിലപ്പോ എനിക്ക് ബാഡാവെന്ന് വിചാരിച്ചിട്ട് ഇനി എന്നെ ഇതാക്കാൻ വേണ്ടിട്ട് എല്ലാം പറഞ്ഞാണ്. അവൻ ഏക്കാന്നുള്ള രീതിയിൽ അങ്ങനെ വിചാരിച്ചിട്ട് പറഞ്ഞല്ലായിരിക്കാം മേ ബി. പക്ഷെ അതായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. അണ്ണന്റെ തരാൻ, അതായത് ഇപ്പൊ ഞാൻ ഓൾറെഡി കണ്ണെടുത്തിട്ടുണ്ട്. അപ്പൊ എന്താ പറയാ, നമ്മളങ്ങനെ കണ്ണെടുക്കുന്ന ആൾക്കാരെല്ലാം അറിയിക്കാൻ വേണ്ടിട്ട് ഇത് പറഞ്ഞിട്ട് ഒരു ഇതായിട്ട് അണ്ണന്റെ തരാന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്ത. മനസ്സിലായ? ഇതാ സത്യമായിട്ടുള്ള കാര്യം. അണ്ണനാണ് സത്യം. ചന്ദ്ര, ഇത് ശരിക്കും അല്ല ഇത് നിനക്കിത് ശരിയാണെന്ന് തോന്നിയിട്ടുണ്ടോ? അണ്ണാ ഇത് ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷെ അണ്ണ ഇത് എന്തിനെടുത്തെന്ന് അറിയാം. എന്തിനെടുത്ത് പറ അണ്ണാ. ഈ സിറ്റിയില് 10-16 എത്ര സ്ട്രീക്ക് ഉണ്ടായിരുന്നു അണ്ണാ നമുക്ക്? എനിക്ക് കറക്റ്റ് കൗണ്ട് അറിയില്ല. അതുകൊണ്ട് 13 സ്ട്രീക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല അണ്ണാ. അപ്പൊ ഇത്രയും ഓവർഫ്ലോ ഉള്ള ഒരു ഗ്യാങ് എന്ന് പറയുന്നത് നമ്മുടെ ആയിരുന്നു. അപ്പോ എല്ലാ ഗ്യാങ്ങിനും അത്യാവശ്യം ബാക്കപ്പ് ഉണ്ട്. ഓപ്ഷൻ വരുവാണ്, കുറെ ഇത് വരുവാണ്. അപ്പൊ നമുക്കങ്ങനെ ഗണ്ണ് ഓൾറെഡി മിസ്റ്റർ എക്സ് പറഞ്ഞിട്ടുണ്ട് സിറ്റിസൺസിന് ഗണ്ണ് സെയിൽ ചെയ്യില്ലെന്ന്. അപ്പൊ ഇതൊരു ഗ്യാങ്ങിന്റെ കൊടുത്ത ആ പ്രശ്നം തീരും. കാരണം അത് പുറത്ത് പോകത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ആ ഗ്യാങ്ങിനെ നമ്മൾ തന്നെ അടിക്കും, അവന്മാരെ നമ്മൾ തന്നെ കത്തിക്കും, നമ്മൾ തന്നെ ആ ഗണ്ണ് വൈപ്പ് ചെയ്യും. അപ്പൊ ആ ഗണ്ണ് എന്തായാലും പുറത്ത് പോകത്തില്ല. സോ നമ്മുടെ കയ്യിൽ കാശ് വേണം, ബാക്കപ്പ് വേണമെന്ന് തോന്നി. നല്ല പമ്പ് ഭയങ്കര നഷ്ടത്തിലായിരുന്നു. അപ്പൊ ഞാൻ കാരണം കുറെ ഇത് വന്നിട്ടുള്ളതുകൊണ്ട് കുറച്ച് നല്ല ലാഭത്തിന് കിട്ടിയപ്പോഴത്തേക്കും ഇത് കൊടുക്കേണ്ടി വന്നു. സ്വന്തം അപ്പന്റെ റബ്ബർ ഷീറ്റ് തന്നെ ഉണക്കി വിറ്റ് അല്ലേ? സത്യം. എടാ അറ്റ്ലീസ്റ്റ് അല്ല, ഞാൻ എന്നൊരു കാര്യം പറഞ്ഞൂടെ. അപ്പൊ നിനക്ക് എന്നോട് വന്ന് പറഞ്ഞൂടെ, ഓക്കെ എന്താ വാസു ഗൺ ഓവർഫ്ലോ ഉണ്ട് അല്ലെ, എങ്കിൽ ഇത് നമുക്ക് ചെയ്യാം, കുറച്ച് ഗൺസ് കൊടുക്കാം, ഞാൻ ഡീൽ ചെയ്തോളാം, ആരും അറിയത്തില്ല എന്ന് എന്നോട് പറയാം. നിനക്കൊരു കാര്യം അറിയാം ചന്ദ്ര, കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് ഞാൻ ഇതിന്റെ പുറകില്ല. ഞാൻ മാത്രമല്ല, കോച്ച്, അങ്ങനെ കുറെ പേര്. നിനക്ക് കോച്ചിനോട് ശത്രുതയൊന്നും തോന്നരുത്. കോച്ച് സംസാരിക്കുന്നത് ശത്രുത തോന്നുന്നത് എന്താ, നീ കള്ളനാണ് നീ തന്നെ പറഞ്ഞില്ലേ? അന്നാ എനിക്ക് ഇന്നാണ് കോച്ചിന്റെ അടുത്തേക്ക് ദേഷ്യം തോന്നി. എന്റെ അടുത്ത് വന്നിട്ട് എന്തിനാ കവർ ചെയ്യണ, നീ ഇങ്ങനെ കവർ ചെയ്യണത്? ഞാൻ ആരെയും കവർ ചെയ്തില്ല ഇന്ന്. ഞാൻ അണ്ണന്റെ അടുത്ത് പറഞ്ഞ കാര്യം തന്നെ ഞാൻ കോച്ചിന്റെ അടുത്ത് പറഞ്ഞത്.
അന്നേരം കോച്ച് പറഞ്ഞു നീ പിന്നെ എന്തിനാ കവർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് ദേഷ്യം വന്നു. അതല്ലാണ്ട് പുള്ളി എന്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചെന്ന് പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പം അങ്ങനെ ഒരു സീനില്ല. കാരണം ഗ്യാങ് എൻഡ് ഓഫ് ദ ഡേ ഗ്യാങ് ആണ് അൾട്ടിമേറ്റ് നമ്മുടെ. അപ്പോ ഗ്യാങ്ങിന്റെ അസറ്റ് ആണ് ഗണ്ണ്. പക്ഷെ അണ്ണാ നമുക്ക് സിറ്റിയിൽ എല്ലാവർക്കും കാശുണ്ടോ? നമ്മുടെ ഗ്യാങ്ങിന്റെ ബാക്കപ്പ് ഇച്ചിരി കുറവാ. ഗ്യാങ്ങിന് ബാക്കപ്പ് കുറവാണെങ്കിൽ ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കണം. നമുക്ക് അതാ വേണ്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാനിവിടെ മീറ്റിംഗ് വെച്ചത്. ഇനി മന്ത്ലി ഗ്രൈൻഡിങ് ടാർഗറ്റ് കൊടുക്കാൻ പോവാ. ഇന്ന് ഇവന്മാർക്കൊന്നും കയറാൻ പറ്റണില്ല ഇതിനകത്ത്. ഇത്രയും പേരല്ല, വെളിയിൽ ഒരു 100 പേര് വെയിറ്റ് ചെയ്തോണ്ടിരിക്കണം നമുക്ക് കയറാൻ വേണ്ടിയിട്ട്. അതിന് കയറാൻ പറ്റില്ല. അല്ല ഗ്രൂപ്പ് എടുത്ത് നോക്ക്. അപ്പൊ നമുക്ക് ഇതല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൈൻഡിങ്. ഇതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ നീ ഫണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതാണോ നമ്മുടെ ഇപ്പൊ? ഓക്കെ 20 കണ്ണ് 5 കോടി വെച്ച് നീ ഇപ്പൊ കൊടുക്കുന്നു. നീ ഇപ്പൊ എത്ര കോടിക്കാ കൊടുത്ത ഒരു കണ്ണ്? 12 കോടിക്ക്. എന്നാലും 100, 150, 200 കോടിക്കകത്ത് അതാണോ നമുക്ക് ബാക്കപ്പ് ആയിട്ട് വേണ്ടുന്നേ? ചന്ദ്ര, ഞാനൊരു കാര്യം പറയട്ടെ. ആസ് എ ലീഡർ എൻ്റെ വിഷൻ മുന്നോട്ടാ. നമ്മൾ 12 സ്ട്രീക്കിൽ നിൽക്കുന്നു എന്ന് കരുതി നമ്മൾ ഇനി 12 ലൂസിങ് സ്ട്രീക്കിലോട്ടും 10 ലൂസിങ് സ്ട്രീക്കിലോട്ടും പോയി എന്നൊന്നും വരത്തില്ല. 10 ഞാൻ ഇപ്പം പറയാം. ഇപ്പം നമ്മുടെ ഉള്ള ഗണ്ണ് വെച്ച് നോക്കുകയാണെങ്കിൽ 200 ഗണ്ണ് പോകാൻ നമുക്ക് ഒരു എത്ര വാർ വേണ്ടി വരും? 35 മെമ്പേഴ്സ്. 35 ഇൻറ്റു ഒരു 4-5 വാർ തോറ്റാൽ മതി, നമ്മുടെ എൻ്റെ ബാക്കപ്പ് പോകും. ആസ് ഒരു ലീഡർ അല്ലെങ്കിൽ എന്റെ വിഷയം ഞാൻ ക്ലിയർ ആയിട്ട് പറയുന്നത് കേൾക്കില്ല. അങ്ങനെ ഒരു വിഷയം വന്നാൽ ഞാൻ ഞാനൊരു കാര്യം പറയട്ടെ അണ്ണാ. ഈ 25 കണ്ണ് എനിക്ക് ഒരു 50 കണ്ണായിട്ട് എനിക്ക് വേണമെങ്കിൽ തിരിച്ചു വെക്കാൻ പറ്റും. എനിക്ക് അതിനുള്ള ഞാൻ എനിക്ക് വെക്കാൻ പറ്റും. നല്ല കോൺഫിഡന്റ് ഉള്ളതുകൊണ്ടാണ് നല്ലൊരു പ്രൈസ് കിട്ടിയപ്പോഴത്തേക്ക് ഞാൻ കൊടുത്തത്. അല്ലെങ്കിൽ ഒരിക്കലും അത് കൊടുക്കത്തില്ലായിരുന്നു. എനിക്കറിയാം ഗ്യാങ്ങിന് അങ്ങനല്ല ചന്ദ്ര, ഞാൻ പറയണ അതല്ല. നമ്മുടെ സിറ്റിയിൽ ഒരു റെപ്യൂട്ടഡ് ഗ്യാങ്ങാ. ഒരു ആവശ്യം വരുമ്പോൾ നമുക്ക് ഈ ഗണ്ണ് എനിക്കിതൊരു റെപ്യൂട്ടേഷൻ പ്രോബ്ലം ഉണ്ട് ചന്ദ്ര. കാരണം നമ്മളൊരു പ്രീവാറിന് ഡൗൺ ആയിട്ട് നമ്മൾ വാറടിക്കാൻ പോകുന്ന സമയത്ത് നമുക്ക് ഗണ്ണെടുക്കാനില്ലെങ്കിൽ നമ്മൾ വേറൊരിടത്ത് അറേഞ്ച് ചെയ്യാൻ 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുന്നു. എനിക്ക് അങ്ങനെ കേൾക്കുന്നത് പോലും എനിക്കൊരു പ്രശ്നമുണ്ട്. എനിക്ക് നീ പറഞ്ഞ കാര്യം എനിക്ക് മനസ്സിലായി. നിനക്ക് അതിൻ്റെ കോൺടാക്ട്സ് ഉണ്ടാകും. നിനക്കിപ്പോൾ ഈ ചെയ്തതിൻ്റെ തിരിച്ചായിട്ട് നിനക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഗണ്ണ് അറേഞ്ച് ചെയ്യാം എന്നുള്ളൊരു കാര്യം നിനക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. പക്ഷേ നമ്മുടെ ഗ്യാങ്ങിൻ്റെ ഓപ്പറേഷൻ സൈഡ് നോക്കുന്ന സമയത്ത് നമ്മുടെ ഗ്യാങ് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഇൻവെൻട്രിയിൽ വേണം. അതിപ്പോൾ പൈസ ആയാലും അതിപ്പോൾ ഗണ്ണായാലും നമ്മുടെ പോർഷൻസ് ആയാലും അതെല്ലാം നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് എനിക്ക് വേറൊരാളുടെ അടുത്തുനിന്ന് ചോദിച്ച് മേടിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ ഗണ്ണ് ഇവിടെ തന്നെ ഇരുന്നോട്ടെ കുഴപ്പമില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞത്. കാരണം ഓരോരുത്തരുടെയും എഫേർട്ടും ഇതെല്ലാം അതിനകത്തുണ്ടല്ലോ ചന്ദ്ര. അപ്പം നമുക്ക് പിന്നെ വെളിയിൽ നിന്ന് മേടിക്കേണ്ടയോ ഇതാക്കി കാശ് കൺവേർട്ട് ചെയ്ത് ഗണ്ണാക്കേണ്ട ആവശ്യം നമുക്കില്ല. നമ്മൾ കൺസൈൻമെന്റ് എന്നാൽ പിന്നെ നമുക്ക് മിസ്റ്റർ എക്സിന് കൺസൈൻമെന്റ് അടിക്കാതെ ഇവരെ ഗ്രൈൻഡിങ്ങിന് വിട്ടിട്ട് ഗ്രൈൻഡിങ് പൈസ വെച്ച് നീ പറയണത് പോലെ വെളിയിൽ നിന്ന് നമുക്ക് ഗണ്ണ് അറേഞ്ച് ചെയ്താൽ പോരെ? ഇത് അധ്വാനിച്ച് മേടിക്കണതിൽ വേറൊരു സുഖം ഉണ്ടല്ലോ ചന്ദ്ര. അതായത് നമ്മളൊരു കൺസൈൻമെന്റ് അടിച്ച് ഗണ്ണ് കൊണ്ടുവരുന്നതിന്റെ ഒരു സ്പിരിറ്റും ഇതെല്ലാം ഉണ്ടല്ലോ. ഇപ്പൊ നീ തന്നെ എത്ര കൺസൈൻമെന്റ് ലീഡ് ചെയ്തിരിക്കുന്നു. അപ്പൊ നിനക്കറിയാലോ അതിന്റെ എഫേർട്ട് എന്താണ്, പാടെന്താണെന്ന്. അണ്ണാ എനിക്കറിയാം. ഞാനിത് പറഞ്ഞുതരാം. ഞാനിത് അണ്ണ അന്ന് സസ്പെൻഷൻ പെട്ടെന്ന് തന്നപ്പോഴത്തേക്ക് ഞാൻ ചുമ്മാ അണ്ണനെ ചുമ്മാ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് പെട്ടെന്നുള്ള ഇതില് ഞാൻ കയ്യിൽ കിട്ടിയ കണ്ണ് ഇവിടെ സാധനങ്ങളൊക്കെ ഇട്ട് വലിച്ചു വരി ഒരു വണ്ടിക്ക് പോയതാണ്. അപ്പൊ തിരിച്ചു വരുമ്പോഴത്തേക്ക് അത് കൊണ്ടുവരുന്നത് അങ്ങനത്തെ പ്ലാനിൽ തന്നെ ഇരിക്കായിരുന്നു. ഒരു സെക്കൻഡ് അങ്ങോട്ട് വരണം. പേപ്പർ എന്താണ് നിനക്കൊക്കെ? ഒരു അർജന്റ് കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ അവന്റെയൊക്കെ പുള്ളിങ്കോ. ഹലോ, നീ എവിടായിരുന്നു? ഞാൻ പുറത്ത് ഇപ്പൊ എത്ര കുളിച്ചിട്ട് വന്നേ. ആ ശരി. ഹലോ, ആ പറഞ്ഞു ചന്ദ്ര. എന്നാ അപ്പൊ ഞാൻ അന്ന് തിരിച്ച് കൊണ്ടുവരുന്ന രീതിയില് തന്നെയാണ് ഞാൻ അന്ന് എടുത്തത്. നിനക്ക് സസ്പെൻഷൻ തന്ന ദിവസമാണോ നീ ഇവിടുന്ന് ഗണ്ണെടുത്തോണ്ട് പോയത്? ആണ്, അത് ഒരാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതാരാ കണ്ടത്? ബാബുവിന് ഇതില് പങ്കുണ്ട്. ആ ഇൻഫർമേഷൻ കോച്ചിലേക്ക് എത്തിയതിന്റെ മേജർ ആയിട്ടുള്ള ഒരു റോൾ അവന്റെയാണ്. ഇല്ല അണ്ണാ, അവനാ പറയാന്ന് പറഞ്ഞത്. അവൻ എന്ത് പറയാന്ന് പറഞ്ഞത്?
ഇതുപോലെ കോച്ചിന്റെ അടുത്ത് പറയാം, കോച്ചിന്റെ പുറകെ കുറച്ച് ദിവസം നടക്കട്ടെ എന്ന് പറഞ്ഞു. സോ ഓൾറെഡി അപ്പൊ നിങ്ങളും കൂടെ അറിഞ്ഞോണ്ടാണ് അത് ചെയ്തത്? അല്ലാണ്ട ബാബു ആണ് ഇത് എന്റെ അടുത്ത് പറഞ്ഞത്. ബാബു ഞാൻ ഇത് എടുത്ത് വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് ബാബു ഇങ്ങനെ അടുത്ത് ഞാൻ ഇങ്ങനെ ഗ്യാങ് ഹൗസിൽ നിന്ന് കണ്ടെടുത്തോണ്ട് ഇങ്ങനെ വെച്ചോണ്ടിരിക്കണ്ട. അന്നേരം ക്ലൈമാക്സിൽ നീ ഒരു പുതിയൊരു വില്ലനെയും കൂടെ ആഡ് ചെയ്യരുത്. ഇല്ലണ്ട, ഞാൻ പറയുന്ന കേൾക്കണ്ട അടുത്ത്. ഞാൻ ഗ്യാങ് ഹൗസിൽ നിന്ന് കണ്ണൊക്കെ എടുത്ത് ഞാൻ തോളി ചുമന്ന് കൊണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും നല്ല വെയിറ്റ് ഉണ്ടെണ്ണ. അന്നേരം ബാക്കില് ഗണ്ണിന്റെ തുമ്പ് ഞാൻ നോക്കിയപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഭാരം മാറി, അത്ര വെയിറ്റ് ഇല്ല. ഞാൻ നോക്കിയപ്പോഴത്തേക്കും അതിന്റെ ഒരു സൈഡ് ബാബു പിടിക്കുന്നത്. എന്തല്ലേ നല്ല വെയിറ്റ് ആണോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ അല്ലെങ്കിൽ അത്യാവശ്യം ഗണ്ണുണ്ടല്ലോ, കുറച്ച് വെയിറ്റ് ഉണ്ട്. അപ്പത്തേക്കും അളിയൻ പറഞ്ഞ് അതിനകത്ത് ഗണ്ണാണെന്ന് ബാബുവിന് എങ്ങനെ മനസ്സിലായി? അവന് മനസ്സിലായില്ല. ഗണ്ണല് ഞാൻ തൂക്കി ഒരു കയറിൽ കെട്ടി കൊണ്ടുപോണത്. അത് നീ വേറെ കണ്ടെയ്നറിനകത്തൊന്നും അല്ല കൊണ്ടുപോയത്, ചുമ്മാ കെട്ടി തൂക്കി കൊണ്ടുപോയി? ലോറിയിൽ കൊണ്ട് വെച്ചത്. ഗ്യാങ് ഹൗസിൽ നടന്ന് ലോറി കൊണ്ട് വെച്ചപ്പോ അതാ പറഞ്ഞ. അന്നേരം ഗണ്ണ് നീ പാക്ക് ചെയ്താണോ കൊണ്ടുപോയത്? ആ അണ്ണാ. എന്തില് പാക്ക് ചെയ്ത് കൊണ്ടുപോയി? എന്നാ പാക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മളിപ്പം ഒരു തുണി ഇട്ടിട്ട് ഗണ്ണെല്ലാം വാരി ഇട്ടിട്ട് ഒരു കയറൊക്കെ വെച്ച് കെട്ടി അങ്ങനെ. എന്നാ എന്നിട്ട് ബാബു പറഞ്ഞ് ഇത് എവിടെ ഇങ്ങോട്ടോ വിൽക്കാനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു വിൽക്കാനല്ലടാ, ചുമ്മാ ഇരിക്കട്ടെ, എന്തെങ്കിലും ആവശ്യം വരുന്നത് അങ്ങനത്തെ രീതിയിലാണ് പറഞ്ഞ അവന്റെ അടുത്ത്. അന്നേരം പറഞ്ഞാന്ന്. പിന്നെ ഞാൻ ഈ ഗണ്ണ് വെച്ചിരുന്നപ്പോ അണ്ണ കുറെ കഴിഞ്ഞപ്പോഴത്തേക്കും സിറ്റിയിൽ എന്തൊക്കെ നടക്കുന്നുണ്ട്, നമ്മൾ അറിയാത്ത കുറെ കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ വേറെ ആൾക്കാരുണ്ട് ഗണ്ണ് ഡീൽ ചെയ്യണ, അല്ലെങ്കിൽ അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ടും കൂടി ഞാൻ ചുമ്മാ നോക്കിയതാ എല്ലാ കാര്യങ്ങളും. അപ്പോ ആൾക്കാരുണ്ട്, നമ്മൾക്ക് ഗണ്ണ് നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും. ഇപ്പൊ അങ്ങനെ ഇല്ല. അന്ന് ആ ഗണ്ണ് 12 കോടി എന്ന് പറയുമ്പോ നല്ലൊരു എമൗണ്ട് ആയിരുന്നു. ലൈക്ക് അത് ഞാൻ ജസ്റ്റ് അത് മിസ്റ്റേക്ക് തന്നെയാണ്. മിസ്റ്റേക്ക്. പക്ഷെ ചന്ദ്ര നീ ചെയ്തത് തെറ്റാണ്. ചന്ദ്ര തെറ്റാണ്. നീ ചെയ്തത് തെറ്റാണ്. ഇതിന് എന്ത് പണിഷ്മെന്റ് ഞാൻ നിനക്ക് തരണ്ടേ? അണ്ണന് ഇഷ്ടമുള്ള ചന്ദ്രൻ വിറ്റ് ഗണ്ണിന്റെ അത്രയും പൈസ ഉണ്ടായിക്കൊണ്ട് വരട്ടെ. അല്ല എനിക്ക് പണിഷ്മെന്റ് തരുമ്പോ ബാബു കൂടി വേണമെന്നുണ്ടോ? ബാബു ഇതിൽ ഇൻവോൾവ്മെന്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് അവനും കൂടി ഉണ്ടായിരുന്നുണ്ടോ അതില്? അപ്പൊ അവന്റെ അടുത്ത് പറഞ്ഞ ഇല്ല എടാ, ഇപ്പൊ ഞാൻ ഇപ്പൊ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഞാൻ നിന്റെ കാര്യങ്ങൾ കേട്ടിട്ടല്ലേ നിന്റെ പണിഷ്മെന്റ് തീരുമാനിച്ചത്. അപ്പൊ ബാബുവിന്റെ കാര്യങ്ങൾ കേൾക്കാതെ എനിക്ക് ബാബുവിന്റെ അടുത്തുള്ള പണിഷ്മെന്റ് ഇപ്പൊ അനൗൺസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇല്ല ചന്ദ്ര, ഞാനൊരു കാര്യം പറയാം. എനിക്ക് പെട്ടെന്ന് ഇപ്പം നിനക്കൊരു പണിഷ്മെന്റ് എനിക്ക് പറയാൻ പറ്റത്തില്ല. നീ പറഞ്ഞോ നിന്റെ പണിഷ്മെന്റ് എന്താണെന്ന്. ചെയ്ത മിസ്റ്റേക്കിന് നിനക്ക് സ്വന്തമായിട്ട് എന്താണോ തോന്നുന്നത് അതിനോട് പറ. ഞാൻ കോളിൽ ഒരു മാസം മാറിക്കാം. ലെറ്റ്സ് ഗോ. അത് ചെയ്തോ. ബാ. ഇല്ല ബാ, ചെയ്തതിന് പണിഷ്മെന്റ് ഉണ്ടാവും. അത് ഇനിയിപ്പോ എന്താണെങ്കിലും അപ്പൊ അവനുള്ള പണിഷ്മെന്റ് വസ്വാണിങ്ങ. എന്റെ അവസ്ഥ കൂടെ ആലോചിക്കണം. എന്റെ കയ്യിലുണ്ടായിരുന്ന 300 കോടി ഞാൻ മാസമായിട്ട് തന്ന അവസാനം ഷഡ്ഡി മാറാങ്ങാൻ പോലും പൈസ ഇല്ലാതെ 2 കണ്ണ് വിറ്റുള്ളൂ. അത് കുഴപ്പമില്ല. ചന്ദ്ര, എനിക്കൊരു കാര്യം സംസാരിക്കണം. ജസ്റ്റ് ഒന്ന് ചന്ദ്ര, മിസ്റ്റർ എക്സിന് ക്ലിയർ ആയിട്ടുള്ള ഇൻഫോ ഉണ്ട്. നമ്മുടെ കുറെ ആൾക്കാര്, ഗ്യാങ്സിലുള്ള ആൾക്കാർ വെളിയിൽ സിറ്റിസൺസിനും പല ആൾക്കാർക്കുമായിട്ട് ഗണ്ണ് വെക്കുന്നു. എനിക്ക് മനസ്സിലായി. പക്ഷെ ഞാൻ പറഞ്ഞോട്ടെ. സോ മിസ്റ്റർ എക്സിന്റെ അടുത്ത് ഞങ്ങളൊരു നല്ല ഡീല് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതായത് ഈ ഗണ്ണ് വെക്കുന്നവന്മാരെ ആൾക്കാരെ ഞങ്ങൾ പിടിച്ചു തരാം. പകരം അവരെന്നോട് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഏതൊക്കെ ഗ്യാങ്ങിൽ നിന്നാണ് ഗണ്ണ് വെക്കുന്നത് ആ ഗ്യാങ്ങുകൾക്കെല്ലാം മിസ്റ്റർ എക്സിന്റെ സൈഡിൽ നിന്ന് പണിഷ്മെന്റ് ആയിട്ട് അവരുടെ അസറ്റ്സ് ടേക്ക് ഓവർ ചെയ്യും എന്നുള്ളതാണ് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. ഇത് അവരായിട്ട് കണ്ടുപിടിച്ചാൽ നമ്മളെ അത് ബാധിക്കും. സോ ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് ഞാനും കോച്ചും കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അവർക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നിന്നെ ഞാൻ പലവട്ടം ട്രേസ് ചെയ്ത് പുറകെ വന്നിട്ടുണ്ട്. നിന്നെ ഞാൻ പല ഫേക്ക് നമ്പറിൽ നിന്ന് വിളിച്ചിട്ടുണ്ട്. ആൻഡ് ആ കുറ്റസമ്മതം ഞാൻ നടത്തുവാണ്. പീറ്ററിനെ പൊക്കിയത് ഞങ്ങളാ.
അത് നിനക്ക് ഞങ്ങളെക്കാൾ നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പീറ്ററിനെ ഞങ്ങൾ പൊക്കിയത് ഞങ്ങളാ, പീറ്ററിനെ അവിടുന്ന് കൊണ്ടുപോയത് നീയുമാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. മനസ്സിലായോ? പീറ്ററിൻ്റെ വായിൽ നിന്ന് ഒരക്ഷരം പോലും വീണ് കിട്ടിയിട്ടില്ല. ഇതാരാണ് കൊടുത്തതെന്നും എന്തായാലും നിന്റെ ചുറ്റുമുള്ള ആൾക്കാരുടെയൊക്കെ ബോസ് നീ തന്നെയാണ്. എനിക്ക് ഈ ഇത് അന്വേഷിച്ചിറങ്ങിയപ്പോൾ മനസ്സിലായ കാര്യമാണ്. അതുകൊണ്ട് എനിക്കിത് ഞാൻ മിസ്റ്റർ എക്സിന് കൊടുത്തൊരു വാക്ക് എന്ന് പറഞ്ഞാൽ ടി വിയിൽ ആർക്കെങ്കിലും ഇതിനകത്ത് ഇൻവോൾവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരെ ഞങ്ങളിത് കണ്ടുപിടിച്ച് തന്നാൽ അവരെ വെറുതെ വിടണം, ഞങ്ങളെ അതിനകത്ത് വെറുതെ വിടണം, ബാക്കിയുള്ള ആൾക്കാർക്കെതിരെ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാം എന്നാണ് പറഞ്ഞത്. ഞാനിത് കുറച്ചും കൂടെ കഴിഞ്ഞിട്ടേ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇന്ന് ശരിക്കും നീഗനാണ് വന്ന് കയറി തന്നാണ് നീഗൻ. അവനോട് സസ്പെൻഷൻ ഇല്ലെന്ന് പറഞ്ഞേരെ. താങ്ക് യു അണ്ണ. സോറി. ഓക്കെ. പന്ത്രണ്ട് 66 ഓ അവന്റെ പണിഷ്മെന്റ് അവൻ തന്നെ ചൂസ് ചെയ്തിട്ടുണ്ടോ പപ്പ? എന്റെ പണിഷ്മെന്റ് ആണോ? അല്ല പപ്പന്റെ അല്ല. ഇനി 2 കണ്ണ് വിറ്റതിന് നിങ്ങള് എന്ത് പണിഷ്മെന്റ് ആണ് സ്വന്തമായിട്ട് നിങ്ങൾക്ക് വേണ്ടുന്നതെന്ന് പറഞ്ഞോ. എനിക്കല്ലേ 2000 കോടി ഇപ്പൊ മുതൽ 2 ദിവസത്തേക്ക് എന്നെ ഈ വീടിന്റെ പടി ചവിട്ടിപ്പിക്കില്ല. ഇറങ്ങ ഇപ്പൊ തന്നെ ഓൾട്ട് ഓഫ് അടിച്ചോ. അപ്പാപ്പ ഇത്ര നേരം അവിടെ നിന്ന് കളിക്കുമായിരുന്നല്ലോ. കോച്ച് ഒന്ന് വരണേ. എന്തായി? അവൻ കുറ്റം സമ്മതിച്ചു. ഓക്കെ, എന്താ സമ്മതിച്ച്? അവൻ ഗ്യാങ് ഹൗസിൽ നിന്ന് കണ്ണെടുത്തോണ്ട് വെളിയിൽ കൊണ്ട് വിറ്റിട്ടുണ്ട്. മോർ ദാൻ 25+. അത് 25 എന്നുള്ള കൗണ്ടിൽ ഞാൻ വിശ്വസിക്കുന്നില്ല. എന്തായാലും അതിൽ കൂടുതലുണ്ട്. അത് എത്ര കണ്ണുവേണ ആയിട്ടും സമ്മതിച്ചില്ല. സമ്മതിച്ചു. അവന്റെ പണിഷ്മെന്റ് സ്വന്തമായിട്ട് ഇതാക്കിയിട്ടുണ്ട്. അവൻ 1 മാസത്തേക്ക് കോ ലീഡർ സ്ഥാനത്ത് നിന്ന് മാറി. அது வேணாண்டா, சத்தியமா சொல்றேன். சந்திரா கோ லீடரா இருந்தாதான் பசங்க எல்லாரும் ஒண்ணா லைக் തൽക്കാലത്തെ ചൂടിനകത്ത് ഇരുന്നോട്ടെ. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾ അങ്ങനെ പോയിട്ട് ഇതാക്കാൻ പറ്റില്ലല്ലോ. ഇൻസ്റ്റന്റ് ആയിട്ട് അങ്ങോട്ട് ചെന്നിട്ട് നേരെ പറഞ്ഞു കഴിഞ്ഞാൽ അവനൊരു ചൂട് തോന്നൂല. 2 ദിവസം ഇരുന്നോട്ടെ. ശരി, ഓക്കെ. അപ്പോ ഗൺസ് വെളിയിൽ പോയിട്ടുണ്ട്. നമുക്ക് ഇനിയുള്ള ഒറ്റ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എപ്പാർട്ട് ഫ്രം ചന്ദ്രബോസ് ആൻഡ് ടീം, ഈ ഗണ്ണില് ഈ സിറ്റിയിൽ ആരൊക്കെ ഗണ്ണ് വിൽക്കുന്നു എന്നുള്ളത് ഇനി അങ്ങോട്ട് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. ഇവ്വളോ നേരം ഒരുത്തർ இருந்தான் സിറ്റിയില് 30 ഗണ്ണ് അവൻ കയ്യില് ഉണ്ടെന്ന് ചൊല്ലി ഒരു സിറ്റിസൺ ആണ്. ഇല്ല കോച്ച്, ഞാനൊരു കാര്യം പറയട്ടെ. ഈ ഇൻഫോ ഒരിക്കലും എന്നോട് പാസ് ചെയ്യരുത്. ഇനി എന്നോട് പാസ് ചെയ്യരുത്. ഇനി ഈ സിറ്റിയില് ഇത് ഞാൻ പറയാം. പൾസ് വരുമ്പോ മാത്രം ഇത് ചെയ്താ ഇത് നമുക്ക് നടക്കത്തില്ല കോച്ച്. ഒരു മിനിമം ഒരു 2-3 പേരെങ്കിലും നമുക്ക് കൊണ്ടുപോയി മിസ്റ്റർ എക്സിന് എടുത്ത് കൊടുക്കാൻ പറ്റണം വിത്ത് ഡീറ്റെയിൽസ്. അപ്പോൾ മിനിമം ഒരു 3-4 പേരെങ്കിലും നമുക്ക് കണ്ടുപിടിച്ച് ഇത് കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്യണം. ആൻഡ് ആ കൊടുക്കുന്ന സമയത്ത് മാത്രമേ ചന്ദ്രന്റെ ഇൻവോൾവ്മെന്റ് ഇതിപ്പോ ഞാൻ എക്സാമ്പിൾ പറഞ്ഞുതരാം കോച്ച്. നമ്മളിത് പറഞ്ഞ് ആരെങ്കിലും ഇട്ട് കൊടുക്കുന്ന സമയത്ത് ചന്ദ്രന്റെ പേര് അവിടെ ഉറപ്പായിട്ടും വരും. ചന്ദ്രന്റെ പേര് അവര് വേറൊരാളുടെ വായിന്ന് കേൾക്കുന്നതിന് മുമ്പ് നമ്മുടെ സൈഡിൽ നിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുക. ഓർമ്മയുണ്ടല്ലോ കോച്ചിന്, നമ്മുടെ കൂട്ടത്തിൽ ഒരാളുണ്ടെങ്കിൽ അതിന് നമുക്ക് ഒരു വട്ടം ഇത് തരണം എന്ന്. അപ്പൊ 3 പേരുടെ പേര് പറയുന്നതിന്റെ കൂട്ടത്തിലേ നമുക്ക് നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ഇൻവോൾവ്മെന്റിനെ പറ്റി അവരോട് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ,
സോ എനിക്ക് എത്രയും പെട്ടെന്ന് വേണം കോച്ച്. കോച്ചിന് വിശ്വാസമുള്ള ആരെയൊക്കെ വേണമെങ്കിലും വിളിക്കാം. എനിക്ക് എത്രയും പെട്ടെന്ന് ഡീറ്റെയിൽസ് വേണം. ഓക്കെ ലീഡർ, കൺഫേം ആയിട്ട് സെറ്റ് ആക്കാം. ഇത് പിന്നെ അടിതാ ഇനിമില്ല. എടാ കൊല്ലം